സ്വന്തം ഉമ്മ പെൺമക്കളെ വലിച്ചെറിഞ്ഞ് അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഗതികേടല്ലേ? സ്വന്തം ഉമ്മാന്റെ മടിത്തട്ടിലിരുന്ന് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന സമയത്ത് 6 മാസമുള്ള പെൺകുട്ടി ഒന്ന് മുലക്കണ്ണിലൊന്ന് കടിച്ചു പോയതിന്റെ പേരിൽ ആ പൊന്നുമോന്റെ ശരീരത്തിൽ തീയുടെ കട്ടയെടുത്ത് കുത്തി 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 90-ലധികം പൊള്ളലേൽപ്പിച്ചിരിക്കുന്ന ഉമ്മാന്റെ കഥ പോലും പറയുന്ന പീഡനത്തിന്റെ നൊമ്പരം സഹിക്കുന്ന ഒരു ആഴിയിലെ കുഴിയിട്ടിറങ്ങുന്ന വിഭാഗമായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരിറങ്ങിത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചത്, സ്വന്തം പെങ്ങളെ പോലെയാണ് സ്നേഹിച്ചത്. ആ ഹബീബിനൊരാഗ്രഹമുണ്ട്, നിങ്ങൾ പീഡിപ്പിക്കപ്പെടരുത്, നിങ്ങൾ ക്രൂശിക്കപ്പെടരുത്, നിങ്ങൾ തകർക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ നിനക്ക് അർഹമായ സ്വാതന്ത്ര്യം ഇസ്ലാം വകവെച്ച് തന്നു. ഏതാ അർഹമായ സ്വാതന്ത്ര്യം? നീ നിന്റെ അച്ചടക്കത്തിൽ ഒതുങ്ങി ജീവിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പെണ്ണിന്റെ കയ്യിൽ നല്ലൊരു അധികാരം കൊണ്ട് കൊടുത്തു. എന്താ? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഓരോ വിഭാഗത്തിന്റെയും അധികാരങ്ങളെ വികേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വിഭാഗത്തിന്റെയും അധികാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോ മഹാനായ വിശ്വഗുരു മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഏൽപ്പിച്ച പണി എന്താണെന്നറിയോ? വസ്സൗജതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പെണ്ണ് ഭരിക്കേണ്ടത് പഞ്ചായത്തല്ല, ഒരു പെണ്ണ് ഭരിക്കാൻ പോകേണ്ടത് നിയമസഭയിലേക്കല്ല, ഒരു പെണ്ണ് പോകേണ്ടത് പാർലമെന്റിലേക്കല്ല. ലോകത്ത് മാതൃകായോഗ്യനായ ഒരു കുട്ടിയെ നിർമ്മിക്കാൻ, ഒരു കുട്ടിയെ പടുത്തുയർത്താൻ, ഏറ്റവും വലിയ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിന്റെ പങ്കാളിത്തം വഹിക്കാൻ അർഹതപ്പെട്ടത് ഉമ്മമാരെ നിങ്ങളാണ്. അതുകൊണ്ട് നിന്റെ മടിത്തട്ടിൽ വളരുന്ന കുട്ടി, ആ കുട്ടിയെയും കുട്ടി ജീവിക്കുന്ന വീടിനെയും അതിന്റെ പരിസരങ്ങളെയും സംരക്ഷിക്കുകയും ഭരിക്കുകയും നിയന്ത്രിക്കുകയും സംസ്കരിക്കുകയുമാണ് പെണ്ണിന്റെ ഭരണ സ്വാതന്ത്ര്യം എന്ന് പഠിപ്പിച്ച, ലോക ചരിത്രത്തിൽ തുല്യത കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വിപ്ലവകരമായ ആഹ്വാനം നടത്തിയ മഹാനായ വിശ്വഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പം പൊരയിലെന്താ? ഉപ്പ ഡോക്ടർ, ഉമ്മ നേഴ്സ്, പൊരയിലുള്ള കുട്ടി അപ്പുറത്തെ ജാനകിന്റെ പോറ്റുപുത്രി അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി, ആരാ മക്കളെ നോക്കാനുള്ളത്? ആരാ സ്വന്തം മക്കളെ നോക്കാനുള്ളത്? മക്കളെ നോക്കാൻ ഇന്ന് നേരമില്ല. പ്രായം ചെന്ന് ഉമ്മാനെ നോക്കാൻ നേരമില്ല. ഉമ്മാനെ ഇപ്പൊ നോക്കാൻ ഹോം നേഴ്സാ. നമ്മുടെ സംസ്കാരമൊക്കെ എവിടെയൊക്കെയോ പോവുകയാണ്. ചില മക്കളെ കൊണ്ട് ആ മക്കള് ഗൾഫില്, ഭാര്യ ഒന്നായിട്ട്, പെങ്ങന്മാര് വേറെയും പോയി, എന്നിട്ട് തന്തപ്പൊടിയായ ഉപ്പയും ഉമ്മ ഇങ്ങനെ പൊരയിലിട്ട് നോക്കാൻ ആരുമില്ല. എന്നിട്ട് മോൻ ഭയങ്കര അഭിമാന, ഞാൻ ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട് എന്റെ ഉപ്പാക്കും ഉമ്മാക്കും. ഉളുപ്പില്ലാതെ പറയുന്ന വർഗം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നിനക്ക് നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രായം ചെന്ന് ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്തിട്ട് സ്വർഗ്ഗം നേടാനുള്ള അവസരമല്ല മോലെ നീ നിഷേധിച്ചത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. പ്രിയപ്പെട്ട മാതാവിന്റെ കാലിന് കീഴിലാണ് നിന്റെ സ്വർഗ്ഗം എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. നിനക്ക് ആർക്ക് ഖിദ്മത്ത് ചെയ്തിട്ടാ ഇനി സ്വർഗ്ഗം കിട്ടാനുള്ളത്? പ്രായം ചെന്ന ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യമുള്ള മക്കളാകണം, അവരാണ് ഭാഗ്യശാലികൾ. ചില ഉപ്പാർ ഉമ്മാരൊക്കെ ഭാഷയ്ക്കൊക്കെ പറയും, നമുക്ക് നിങ്ങളാരെ ശിപാരിശുമ്പോ ഞങ്ങൾ എന്തെങ്കിലും ആയിക്കോളി, നമ്മളെ വൈക്ക് പോയിക്കോളാം. അത് പറഞ്ഞാലും മക്കൾക്കൊരു താല്പര്യം വേണം. എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്, നാളെ ആഖിറത്തിൽ ഹിസാബുള്ള വിഷയമാണ്, മസ്ഊലിയത്തുള്ള വിഷയമാണ്. അതുകൊണ്ട് എന്റെ സൗകര്യം കുറച്ച് കുറഞ്ഞാലും തിരക്കേടില്ല. കിട്ടിയ പെണ്ണിനോട് പറയുക, പെണ്ണേ, എന്റെ ഉമ്മനെയും വാപ്പനെയും എനിക്ക് വഴിക്കിട്ട് പോകാൻ പറ്റൂല, അതുകൊണ്ട് കഴിയാവുന്ന ഖിദ്മത്ത് നീ ചെയ്തു കൊടുക്കണം. സ്വന്തം പെൺമക്കള് ഭർത്താവിനോട് പറയാൻ സാധിക്കണം, എന്റെ പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്, അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ഒരു അർഹത എനിക്ക് വകവെച്ചു തരണമെന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നിങ്ങൾക്ക് സാധിക്കണം. അത് പറയുമ്പോൾ അതിനുള്ള അവകാശം വകവെച്ചു കൊടുക്കാൻ അവരെ കെട്ടിയ ഭർത്താക്കന്മാർക്ക് വിശാല മനസ്സുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ ഇസ്ലാമികമായ ചട്ടക്കൂടും അച്ചടക്കങ്ങളൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. പടച്ച റബ്ബ് നമുക്ക് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഇസ്ലാം ഒരിക്കലും ഫർദക്കകത്ത് പെണ്ണിനെ തളച്ചിടാൻ ശ്രമിച്ച മതമല്ല.
അത് പെണ്ണിന്റെ സെക്യൂരിറ്റിയാണ്, നിന്റെ സുരക്ഷിതത്വം. കേരളത്തിൽ അറിയപ്പെട്ട ഒരു എഴുത്തുകാരിയും ഒരു കേരളത്തിലുള്ള ഒരു ചരിത്ര വനിതയും മാറിയ കമല സുറയ്യ എന്ന് പറയുന്ന സഹോദരി, ആ പെണ്ണ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എഴുതിയ ഒരു ലേഖനം മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അന്ന് കമല സുറയ്യ എഴുതിയത്, ഞാൻ എന്റെ ജീവിതത്തിൽ പല ഫാഷനുകളും അംഗീകരിച്ചു. ഞാൻ ചുരിദാർ ധരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഞാൻ സാരിയും ബ്ലൗസും ധരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്, അതുപോലത്തെ വ്യത്യസ്തമായ ഫാഷനുകൾ അംഗീകരിച്ച് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങിയപ്പോ എനിക്ക് അന്നൊക്കെ അനുഭവം ഉണ്ടായത്, ഏത് ചെറുപ്പക്കാരന്റെ കണ്ണു വന്നു കോങ്കണ്ണായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു, ഒക്കെ അങ്ങനെ ചെരിഞ്ഞു നോക്കണ സൈസാ. പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ 4 ഘട്ടത്തിൽ ഫർദ ധരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അന്നൊരാളും എന്നെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിട്ടില്ല. ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, വസ്ത്രധാരണയുടെ അച്ചടക്കം ഏറ്റവും വലുത് ഇസ്ലാമികമാണ്. നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ആ പെണ്ണെഴുതി, ഞാൻ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു, എന്നാൽ ഒരു അറേബ്യൻ രാജ്യം പോലെ എനിക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ പറ്റിയിരിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പുറത്തിറങ്ങി നടന്നതുപോലെ എനിക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ പറ്റിയ മറ്റൊരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് 983കളിലാണെന്നാണ് എന്റെ ഓർമ്മ. കമല സുറയ്യ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിന്റെ കോപ്പി ഇന്ന് എന്റെ കയ്യിൽ. ബുദ്ധിജീവികളും ചിന്തിക്കുന്നവരും അങ്ങിയ. പക്ഷേ ഇതെല്ലാം പുറത്തുള്ളവർ പറയുമ്പോഴും നമ്മളെ പൊരയിലുള്ള സഹോദരിമാർക്ക് ഫർദ ധരിക്കാൻ ഒട്ടും സാധിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിനക്ക് കെട്ടിയ പെണ്ണ് നിനക്ക് തന്നെ വേണമെന്ന നിർബന്ധമുണ്ടെങ്കിൽ അതിന്റെ അച്ചടക്കം അംഗീകരിപ്പിച്ചോ. നിങ്ങൾ ആലോചിച്ചു, നമ്മളെ പൊരയിലെ പെണ്ണുങ്ങൾ ആർക്കൊക്കെ അവകാശപ്പെട്ടതാ? രാവിലെ 7:30 മണിയാകുമ്പോൾക്ക് കിണി കിണി എന്നുള്ളൊരു ബെല്ലിന്റെ ഒച്ചാക്കാം അല്ലെ? അപ്പൊ ഒച്ചയായിട്ട് ഉമ്മക്ക് തോന്നി, അതാ പാലെത്തിപ്പോയി. അങ്ങനെ പാലിന് വേണ്ടിയിട്ട് കിൽക്കാൻ പാത്രം എടുത്തിട്ട് പോണ ആരാ? നമ്മുടെ പ്രിയപ്പെട്ട ഇത്താത്ത. എങ്ങനെയാ പോകുന്നത്? ഹാഫ് കൈയുള്ള നൈറ്റി വിട്ട് തലയിലുള്ള തട്ടം ചുമലിലും ചുറ്റി അങ്ങനെ നല്ല ആ വെളുത്ത കൈകൊണ്ട് ഇങ്ങനെ പാലിങ്ങനെ വാങ്ങിയിട്ട് 25 റുപ്യന്റെ പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോ പാല് കൊണ്ടുവന്നെ കൈമന്ന് ഒന്ന് തട്ടിക്കിട്ടിയ ഓൻ ദുനിയാവിലും ആകൃത്തിലല്ലാത്ത സന്തോഷത്തോടെ പോയി ഇല്ലേ? അത് കുറച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ രണ്ടാമത്തെ PP ഒച്ച. അതാരാ? അത് നമ്മളെ കുഞ്ഞമ്മത്, അത് മത്തി കൊണ്ടിരുന്നതാ. പോയി നമ്മൾ ഉമ്മ തന്നെ ഓനെ 25 റുപ്യന്റെ മത്തിയും വാങ്ങിയിട്ട് 50 റുപ്യന്റെ നോട്ട് കൊടുത്തു. കൊടുക്കുമ്പോ ഒരു തൊടല് 25 ചില്ലറ ഇങ്ങോട്ട് പറക്കുമ്പോ രണ്ടാമത്തെ തൊടൽ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യത്തിന്റെ തൊടല. രണ്ടാമൊരു സന്തോഷം. 5 പൈസന്റെ ചെലവില്ല. ഓളെ ഭർത്താവ് എവിടെയോ പോകുന്നു, അധ്വാനിക്കുന്നു. ഓളെ വാപ്പ എവിടെയോ പോകുന്നു, അധ്വാനിക്കുന്നു, കാശുണ്ടാക്കുന്നു, പോറ്റുന്നു. തൊടാനും തടകാനും ഇരിക്കാനൊക്കെ പാല് കൊണ്ടുവന്നവരും മീൻ കൊണ്ടുവന്നവരും. ഈ സംസ്കാരത്തിലേക്ക് നമ്മുടെ സഹോദരിമാര് വഴിതെറ്റിക്കൂടാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നിങ്ങളുടെ ശരീരത്തിന്റെ മാന്യതയെ പറ്റി നിങ്ങൾക്കൊരു ബോധം വേണം. നിങ്ങളുടെ ശരീരത്തിന്റെ അച്ചടക്കം നിലനിർത്താൻ നിങ്ങൾക്കൊരു ധാരണ വേണം കേട്ടോ. ഇങ്ങോട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ പറച്ചിൽ കടുപ്പം കൂട്ടണ്ട. കാരണം വല്ലാതെ കടുപ്പം കൂട്ടിയാ പിന്നെ കോഴിക്കോട്ടുകാർക്ക് ആദ്യത്തെ അവസാനത്തെ വേദനിക്കുന്നത് പിന്നെ വിളിക്കലുണ്ടാവൂല. ഞങ്ങളുടെ നാട് പോലെ പഴയ അങ്ങനെ ഉൾപ്രദേശമൊന്നും അല്ലല്ലോ. വല്ലാത്ത വേദനയുണ്ട്. ഞാൻ വേദന കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കൽബ് നന്നാക്കി തരട്ടെ. ഏതോ പെണ്ണ് എങ്ങനെയോ പോയത് കൊണ്ട് എനിക്കൊന്നും വരാനില്ല. വിനീതനായ ലത്തീഫ് സഅദിക്ക് 5 പൈസയുടെ നഷ്ടമില്ല. എന്തെങ്കിലും ഒരു 5 രൂപയുടെ ലാഭം കിട്ടാനില്ല. വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഈ വിനീതന്റെ വാക്ക് കേൾക്കുന്ന പെങ്ങന്മാരിൽ ഏതെങ്കിലും ഒരു സഹോദരി അത് സത്യമാണെന്ന് മനസ്സിലാക്കി, ഇല്ല ഞാനിനി നാളെ മുതൽ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് എന്റെ ശരീരം ഏറ്റവും സെറ്റ് മറച്ചല്ലാതെ, കയ്യുറ ധരിച്ചല്ലാതെ, കാലുറ ധരിച്ചല്ലാതെ, നിഖാബ് ധരിച്ചല്ലാതെ ഞാൻ പുറത്തിറങ്ങൂലെന്ന് തീരുമാനിച്ചു കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, എന്റെ 50 കൊല്ലത്തെ ജീവിതം റബ്ബ് ഖബൂലാക്കി പോയി. അല്ലെങ്കിലോ എല്ലാം കഷ്ടം തന്നെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വഴിവിട്ട പോക്ക് അപകടത്തിലേക്കാൾ. എന്റെ ഈ പ്രഭാഷണ വേദികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് പ്രസംഗിച്ച ഒരു ദിവസമുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി അടുത്തൊരു സ്ഥലം. ആ സ്ഥലത്തിന്റെ പേര് ഇപ്പോൾ ഞാൻ
വ്യക്തമാക്കുന്നില്ല. ഞാൻ അവിടെ സാധാരണ എല്ലാ വർഷവും വാതിന് പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ SSFന്റെ പ്രവർത്തകന്മാര് സംഘടിപ്പിച്ച വാതാണ്. ആ പ്രഭാഷണത്തിലേക്ക് ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നു. ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോ കുട്ടികളൊക്കെ വലിയ വെപ്രാളത്തിലാണ്. എന്നോട് കുട്ടികൾ സ്റ്റേജിൽ ഇരുന്നിട്ട് നേരെ നോക്കാൻ പറഞ്ഞു. മുന്നിലൊരു വീട്ടിലേക്ക്. കാണുന്ന രംഗം എന്താണെന്നറിയോ? ആ വീട്ടിന്റെ സെൻട്രൽ ഹാളിൽ ഒരു കയറിന്റെ 2 തലയിൽ 2 ശരീരം തൂങ്ങിക്കിടക്കുന്നു. അവിടെയുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാര് പറയുന്നു, ഉസ്താദേ, ആ ഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന പെണ്ണാരാണെന്നറിയോ? നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മുസ്ലിം പെണ്ണാൻ. അന്യന്റെ കൂടെ ഇറങ്ങി ഒളിച്ചോടിയതാ. 3 ദിവസമേ അവർ ഒളിച്ചോടിയിട്ടായുള്ളൂ. രജിസ്റ്റർ വിവാഹം ചെയ്തു. ഇന്ന് വൈകുന്നേരം കാണുന്ന രംഗം ഇതാ. ആ തൂങ്ങിക്കിടക്കുന്ന 2 ഡെഡ് ബോഡിയിലേക്ക് നോക്കിയിട്ട് 3 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വന്ന എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു രംഗമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിന്റെ പേരിൽ സംഭവിച്ചു? 10 മാസം പള്ളിയിൽ പേര് നടന്ന ഉമ്മയെ വിസ്മരിച്ച, അതേ തനിക്ക് എല്ലാ അർത്ഥത്തിലും സന്തോഷം നൽകിയ വാപ്പയെ തിരസ്കരിച്ചിട്ട് തുച്ഛമായ ഭൗതിക ജീവിതത്തിലുള്ള 5 സെക്കൻഡ് നേരത്തെ വൈകാരിക ശമനത്തിന് വേണ്ടി എല്ലാം പിച്ചു ചീന്തി അന്യന്റെ കൂടെ ഇറങ്ങിപ്പോയി അവസാനം തൂങ്ങിച്ചാകേണ്ട ഗതികേടിലേക്ക് എത്തിയെങ്കിൽ ഇതൊരു കഥയല്ല. ഇത്തരത്തിലുള്ള എണ്ണി തീർക്കാൻ കഴിയാത്ത കഥകൾ കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവനവന്റെ മാന്യത കീപ്പ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിന്റെ നിലവാരം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ശരീരം, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ഖാദിയുടെ മുന്നിൽ വെച്ച 2 സാക്ഷികളെ നിർത്തി നിന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു മഹർ എന്ന് പറയുന്ന മൂല്യം നൽകിയിട്ട് ആ ഭർത്താവിന് വേണ്ടി സ്വന്തം മഹർ കൊടുത്തു വാങ്ങിയ നിന്റെ ശരീരത്തെ പറ്റി നിനക്കൊരു ബോധം വേണം. ഇതെന്റെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. ഇത് നാട്ടുകാർക്കുള്ളതല്ല. ഇത് മത്സ്യക്കച്ചവടക്കാരനുള്ളതല്ല. ഇത് പാല് വിൽപ്പനക്കാരനുള്ളതല്ല. ഇത് ഫാസ്റ്റ് ഫുഡുകാരനുള്ളതല്ല. ഇത് ജ്വല്ലറിക്കാരനുള്ളതല്ല. ഇത് ടെക്സ്റ്റൈൽസിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഇതെന്റെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. ഞാൻ ഈ കാണിക്കുന്നത് എന്റെ ശരീരത്തെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയാനുള്ള പോക്കാണെന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം, ഒരു വേർതിരിവിന്റെ ബുദ്ധി എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്കന്മാരെ നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര സന്തോഷകരമായിരിക്കാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെണ്ണ് അവരുടെ മുഖം മറച്ച്, അവരുടെ മാറു മറച്ച്, അവരുടെ തല മറച്ച്, കയ്യുറ ധരിച്ച്, കാലുറ ധരിച്ച് അച്ചടക്കമുള്ള ഒരു സെറ്റപ്പോട് കൂടെ ഇറങ്ങുമ്പോ ഈ സമുദായത്തിന് എത്ര ഇസ്സത്താണ് മക്കളെ. പക്ഷേ ഇതിനെ പ്രചോദിപ്പിക്കാൻ ആര് തയ്യാറാകണം? സ്വന്തം ഉപ്പാക്ക് താല്പര്യം വേണം, സ്വന്തം ഭർത്താവിന് താല്പര്യം വേണം, ആങ്ങളമാർക്ക് താല്പര്യം വേണം. സ്വന്തം പെങ്ങള് വഴിവിട്ട വെടിയിലേക്ക് പോകുമ്പോ എന്റെ പെങ്ങളാണെന്നുള്ള ബോധത്തോടെ നിയന്ത്രിക്കാൻ ഒരു ആങ്ങൾക്ക് സാധിക്കണം. ചില പെങ്ങന്മാരുണ്ടാകും പിടിച്ചതിനേക്കാളും വലുതാ മാളത്തിലുള്ളതെന്ന് സൈസ്. അത് പിന്നെ നിയന്ത്രിക്കാൻ ആരെ പറ്റുന്നാളുണ്ട് ഏൽപ്പിച്ചേക്കുക. ചിലതൊക്കെ നല്ല നല്ല വജ്രം പോലത്തെ കത്തി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കുറെ പണിയുണ്ടാവും. എന്നാലും അൽഹംദുലില്ലാ അതിനൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ഇടയ്ക്കിടെ നമ്മൾ SOSന്റെ കീഴിലൊക്കെ LSSFന്റെ കീഴിലൊക്കെ എന്താകുക, നല്ലൊരു ഫാമിലി ക്ലാസ് സംഘടിപ്പിക്കുക. എന്നിട്ട് ഭാര്യ അപ്പുറത്തും ഇരിക്കുക, ഭർത്താവ് ഇപ്പുറത്തും ഇരിക്കുക. എന്നിട്ട് മൗലിയാര് നന്നായിട്ട് 2ആൾക്കും കൊടുക്കേണ്ട ഡോസ് ഇങ്ങനെ കൊടുക്കുക. ക്ലാസ്സും കഴിഞ്ഞിട്ട് പുരയെ പോയിട്ട് ചോദിക്കുക, പെണ്ണുങ്ങൾ അങ്ങോട്ടും ഭർത്താവ് ഇങ്ങോട്ടും ചോദിച്ചല്ല അങ്ങനെ ഉണ്ട് ഇന്നത്തെ ക്ലാസ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, നിങ്ങൾക്ക് കിട്ടണ്ട നിങ്ങൾക്കും കിട്ടി, എനിക്ക് കിട്ടണ്ടേ നമുക്കും കിട്ടി, പരസ്പരം പൊരുത്തപ്പെട്ടു പോകാന്നുള്ളൊരു ആശയത്തിലേക്ക് എത്താൻ. ഇതിങ്ങനെ കൊല്ലത്തിലൊരു 4 ദിവസത്തെ വാദുറൂസിന്റെ പേരും വെച്ചിട്ട് ഇങ്ങനെ നടത്തി അതിനോട് കഴിഞ്ഞു. പിന്നെ ആ ഭാഗം തിരിഞ്ഞു നോക്കാതിന് സംഗതി നടക്കൂല. ഈ സമൂഹത്തെ ഉത്തേജിപ്പിക്കാനുള്ള ഇന്ധനം ഇടയ്ക്കിടെ കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. മുസ്ലിമിലുള്ള ഇസ്ലാമിന്റെ ജീവൻ, അത് അതിന്റെ ഉത്തേജക വസ്തു, അത് അറിവാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഫർദ എന്ന് പറയുന്ന അച്ചടക്കമുള്ള ഒരു വസ്ത്രത്തെ പോലെ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സ്ത്രീകളുടെ സെക്യൂരിറ്റിക്ക് ഉപകരിക്കുന്ന ഒരു വസ്ത്രം എന്താ കാണിച്ചു കൊടുക്കാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഉള്ളത്? ഒന്നുമില്ല. പക്ഷെ എന്ത് വേണം? അത് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് വേണം.
എതിർക്കുന്നവരുണ്ട്. അതെന്തിനേയും എതിർക്കും, ഏത് നല്ലതിനെയും എതിർക്കും. ആരോ എതിർക്കുന്നത് കേട്ടിട്ട് എന്തോ ചെയ്യാനുള്ളവരല്ല മുസ്ലിം. എതിർക്കുന്നവൻ എതിർത്തിന്റെ ഭാഷയിലേക്ക് പോകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തോടും സംസ്കാരത്തോടും നമ്മുടെ അച്ചടക്കത്തോടും ഒരു താല്പര്യം വേണം. ആ വഴിയിലേക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിന്റെ അവസ്ഥ എന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ക്രൂരമായി പീഡിക്കപ്പെട്ട ഇരുട്ടിന്റെ ലോകത്ത് നിങ്ങൾക്ക് വ്യക്തമായ സ്വാതന്ത്ര്യവും അച്ചടക്കവും നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ശരീരത്തെ പരിപൂർണമായി മറിച്ചിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. നിന്റെ ശരീരത്തിന്റെ വെളുപ്പും കൊഴുപ്പും തടിപ്പും അന്യന് കാണിക്കാൻ പാടില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ റബ്ബ് തആല പഠിപ്പിച്ചു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. വിവരമില്ലാത്ത ജാഹിലിയ കാലത്തുള്ള സ്ത്രീകളുടെ രംഗപ്രവേശനം പോലെ നിങ്ങൾ തുറന്ന പുസ്തകങ്ങളായി രംഗത്തിറങ്ങരുത്. നിങ്ങൾ പരിപൂർണമായി അച്ചടക്കം പാലിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ആവശ്യത്തിന് നിങ്ങൾ അത്യാവശ്യത്തിന് പുറത്തു പോകുമ്പോ ഈ അച്ചടക്കം അംഗീകരിച്ചല്ലാതെ പുറത്തു പോകാനും പാടില്ല. നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ വീടാണ്, നിന്റെ വളർത്തു മക്കളാണ്, നിന്റെ ഭർത്താവിന്റെ ഭാവിയാണ്, നിന്റെ കുടുംബത്തിന്റെ നാളെയുടെ ഇസ്സത്താണ്. അതാണ് നീ സംരക്ഷിച്ചു കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം വളരെ ഇസ്സത്തോടെ ജീവിക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ താല്പര്യപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നലെ ഞാൻ കാസർഗോഡ് ജില്ലയിലേക്ക് ഒരു യാത്ര ട്രെയിനിൽ പോയി. അപ്പൊ ഞാൻ ആ യാത്ര ട്രെയിൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പൊ എന്റെ മുന്നിൽ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള കുറെ ആളുകളുണ്ട് ആ ട്രെയിനിൽ. അവരൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു മുസ്ലിം പെണ്ണ്, ഓളെന്താന്നറിയ ഇങ്ങനെ ബഡ്ഡി പോലത്തെ ഒരു സാധനം, ചട്ടപ്പട. ഓള് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ ഒന്നായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒന്നായിട്ട് പോയിട്ട് ഈ പെണ്ണ് ഒരു വണ്ടി കയറുമ്പോ ഒന്നിച്ചുള്ള കുറെ വന്ന ടീം, അയ്യടാ ഒരു പെണ്ണ്, എന്താ അതിന്റെ സ്പീഡ്. ഓലിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാം, ആരാ പെണ്ണ്? ഒരു മുസ്ലിം പെണ്ണ്. അഭിപ്രായം പറയാൻ നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഈ ഉമ്മത്തിലുള്ള സഹോദരിമാർ എത്ര അച്ചടക്കവും ഇസ്സത്തും നിലനിർത്തേണ്ടവരാ. പഴയ കാലത്ത് നമ്മുടെ വീട്ടിലുള്ള ഉമ്മയെ കാണാൻ ഇവിടത്തെ മറ്റു മതത്തിലുള്ള സഹോദരിമാർക്ക് പോലും ബഹുമാനമായിരുന്നു അല്ലേ? വളരെ ആദരവോടെ ആത്മീയതയോടെയാണ് കണ്ടിരുന്നതല്ലേ? ഇന്നൊരു മുസ്ലിം പെണ്ണിനെ കാണുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു കോളേജിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുക, ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുന്നിൽ നിൽക്കുക. വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, പെൺകുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അവരൊക്കെ പോന്നും വരുന്നതും കണ്ട എന്ത് അച്ചടക്കാണ്. അതേ സ്ഥാനത്ത് ഈ പറയുന്ന സമുദായത്തിലുള്ള പെൺകുട്ടികൾ അവര് പുറത്തിറങ്ങിയാൽ ലെവല് തെറ്റിയ ഭ്രാന്തൻ നായികളെ പോലെ എന്തൊക്കെയോ കളിച്ചിങ്ങനെ ഊരു ചുറ്റി കറങ്ങുമ്പോ വല്ലാതെ വേദനിക്കുകയാണ് കേട്ടോ. സ്വന്തം ബാപ്പയെ പറ്റി ആ കുട്ടിക്ക് ഓർമ്മയില്ല, ഉമ്മയെ പറ്റി ഓർമ്മയില്ല, അവരെ പോറ്റിയവരെ പറ്റി ഓർമ്മയില്ല. എന്നെ കൊണ്ട് എന്റെ കുടുംബത്തിനൊരു അപമാനം വരുതെന്ന ചിന്തയില്ല. അങ്ങനെ നാണക്കേടിലേക്ക് പോകുമ്പോ ഇതിന്റെയൊക്കെ പാർശ്വഫലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ സമുദായമാണെന്ന ബോധം വേണം കേട്ടോ. എത്ര ഇസ്സത്താണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുന്ന പെണ്ണ്. അൽഹംദുലില്ലാഹ്, നല്ല അച്ചടക്കമുള്ള ഫർദ് ധരിച്ച്, നല്ല മുഖമക്കനിയും ധരിച്ച്, നിഖാബ് ധരിച്ച്, ഷോക്സും ഗ്ലൗസും ധരിച്ചിട്ട് ആ അച്ചടക്കത്തോടെ പോയി പഠിച്ചു വരുമ്പോ അത് കാണാൻ തന്നെ എന്ത് സമാധാനമാണല്ലേ, അതിനെന്ത് ഇസ്സത്താണല്ലേ. ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ കൊച്ചനുജത്തിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, ഉപയോഗിക്കുന്ന ഭാഷകൾക്ക് കടുപ്പം കൂടി പോകുന്നുവെങ്കിൽ ഈ വിനീതനോട് നിങ്ങൾ ക്ഷമിക്കണം. വെറുപ്പ് കൊണ്ടല്ല, വേദന കൊണ്ടാണ്, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ മനസ്സൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ ആ ഹബീബിനെ ഓർത്തൊന്ന് ചിന്തിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് എത്രയാ നിങ്ങൾക്ക് വേണ്ടി ഓർക്കൊടിഞ്ഞത്, എത്രയാ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞത് റസൂലുള്ളാഹി.
അവിടുത്തെ സ്വന്തം ഭാര്യമാർക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയല്ല, ഈ സമുദായത്തിൽ പീഡിപ്പിക്കപ്പെട്ട പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് എത്രയാണ് പൊട്ടിക്കരഞ്ഞതല്ലേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ആ റസൂലുള്ള നിങ്ങളുടെ ഖൽബിലുണ്ടോ? ഇന്ന് പറ്റിയ അപകടം നമുക്കൊക്കെ അവിടെയാ. നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കാൻ തയ്യാറായില്ല. നമുക്ക് ഇസ്ലാമിനോട് അടുക്കാൻ സാധിക്കണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആ ഹബീബിനെ പറ്റി പഠിക്കാൻ സാധിക്കണം. നമ്മൾ ആരാ പഠിക്കുന്നത്? ആരാ ശ്രമിക്കുന്നത്? മാക്സിമം ഇന്ന് പഠിപ്പിക്കുന്നതിന് എന്താ? മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ, മുഹമ്മദ് ക, മയമാക്ക, അറബി പയ്യൻ, ഇതൊക്കെയാണ് ഒരു വിഭാഗത്തിൽ എന്തുള്ളത്. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി? പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല. മുഹമ്മദുൽ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൽ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. യജമാനനായ റബ്ബേ, ഈ കൊച്ചു പ്രദേശത്തിരുന്ന് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. മദീന മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുള്ള പ്രിയപ്പെട്ട ഗുരു മുഹമ്മദുൽ മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ദറജ നീ ഉയർത്തണേ റബ്ബേ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മാഫ് തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കൊച്ചനുജത്തിമാരെ, ഉമ്മപെങ്ങന്മാരെ, നബിയുനാ റസൂലുള്ളാഹി നമ്മുടെ ജീവത്തുടിപ്പായി മാറണം കേട്ടോ. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ ജീവത്തുടിപ്പായി മാറുന്നത് എപ്പോഴാണോ അന്ന് നമുക്ക് ഇസ്ലാമിക അച്ചടക്കത്തോട് താല്പര്യം ഉണ്ടാകും. അതിന് റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കണം. എന്നാൽ ആ ഹബീബായ നേതാവ് ജീവിതകാലത്ത് നടത്തിയ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളായി എണ്ണിയ 70-ലധികം വരുന്ന അടയാളങ്ങളുണ്ട്. പറഞ്ഞു തീർക്കാൻ ഇപ്പൊ നേരമില്ല. പക്ഷേ അതൊക്കെ ഒന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഭൂമി കുലുക്കം വർദ്ധിക്കും കേട്ടോ. 3 ദിവസമായി കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണം റബ്ബേ. റബ്ബേ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്തെങ്ങാനും ആ ഒരു കിലുക്കത്തിന് ശക്തി വരികയും കിടക്കുന്ന ആ ടെറസെങ്ങാനും നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞ് ചിന്നിച്ചിതറി മരിക്കേണ്ട ഗതികേട് വന്നാൽ ആരുണ്ട് മക്കളെ നമ്മളെ സംരക്ഷിക്കാൻ? എവിടെ നമ്മുടെ അഹങ്കാരം? എവിടെ നമ്മുടെ ധിക്കാരം? എവിടെ നമ്മുടെ സൗന്ദര്യം? എവിടെ നമ്മുടെ സമ്പത്ത്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ആ ഭൂമി കുലുക്കൊക്കെ വർദ്ധിക്കാനുള്ള ഒരു കാരണം റസൂലുള്ള പറയുന്നത് എന്താണെന്നറിയോ? ആ കാലഘട്ടത്തിലുള്ള സഹോദരിമാര് വഴിവിട്ട ജീവിതം നയിക്കും കേട്ടോ. വഴിവിട്ട ജീവിതം നയിച്ചിട്ട് എവിടെ എത്തുന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിലവാരമുള്ള കുടുംബത്തിലുള്ള പെണ്ണൊക്കെ അങ്ങനെ അന്യന്റെ കൂടെ ഇറങ്ങിയോടും. ഗത്യന്തരമില്ലാതെ ഉപ്പാര് വഴിയിൽ നിന്ന് പിടിച്ച് നിക്കാഹ് ചെയ്ത് വിടേണ്ട ഗതികേട് വരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഇന്ന് നിത്യസംഭവമായിട്ട് മാറുന്നില്ലേ? പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കഠിനാധ്വാനം ചെയ്ത് ഒരു മകളെ പഠിപ്പിച്ച് പോറ്റി വളർത്തി +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ പാപ്പാന്റെ മനസ്സിൽ നല്ലൊരാഗ്രഹം, ഉമ്മാന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം, മകളെ ഒരു പുതിയാപ്പിള എടുത്തിരുന്നു. വിവാഹം നല്ലൊരു ടോപ്പ് കല്യാണമൊക്കെ നടത്തണം. കല്യാണത്തിന് പുതിയാപ്പിളിനെ സെലക്ട് ചെയ്തു, എല്ലാം നിശ്ചയിച്ചു, പന്തലിടാൻ തുടങ്ങി. കല്യാണത്തിന്റെ 3 ദിവസം നോക്കുമ്പോ മോളെ കാണാനില്ല. അന്യന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. റബ്ബേ, അത്തരത്തിലുള്ള ഒരു ഗതികേടിലേക്ക് ഞങ്ങളുടെ ആരുടെയും മക്കളെ നീ എത്തിക്കല്ലേ റബ്ബേ. അത്തരത്തിലുള്ള ഒരു അപമാനവും വേദനയും ഞങ്ങൾക്ക് ആർക്കും നീ അനുഭവപ്പെടുത്തല്ലേ റബ്ബേ. ആരെങ്കിലും അങ്ങനത്തെ ഒരു നൊമ്പരം അനുഭവിക്കുന്നുവെങ്കിൽ ആ ദുരിതത്തിൽ നിന്ന് അവരെ നീ സലാമത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എത്രയോ കേട്ട് കഥകൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവസാനം ഗത്യന്തരില്ലാതെ
വഴിയിൽ വെച്ച് പോന്നോണ്ടൊക്കെ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട ഗതികേട്. രണ്ടാമത് റസൂലുള്ളാഹി പറയുന്നു, ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ രംഗപ്രവേശനം എവിടത്തോളം എത്തുന്നറിയോ? അവര് പള്ളികളിലേക്ക് പോലും ഒഴുകുന്ന രംഗം വരും കേട്ടോ. അലാമാത്തുൽ ഖിയാമ, ലോകാവസാനത്തിലെ ലക്ഷണങ്ങളിൽ റസൂൽ പറയുന്നു, വയഖ്തുബു സിബിയാനു ഫിൽ മനാബിർ വൽ മുഖാതബതു ലിന്നിസാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ന് പള്ളിയിലൊക്കെ ഖുതുബ പ്രസംഗം നടത്തുന്ന ചുറുചുറുക്കുള്ള ജീൻസ് പാന്റും ടീഷർട്ടുള്ള കോട്ടും ടൈയും കെട്ടിയുള്ള ചെറുപ്പക്കാരായിരിക്കും. വൽ മുഖാതബതു ലിന്നിസാ, ഖുതുബ പ്രസംഗം കേൾക്കാൻ ഏറ്റവും കൂടുതൽ സംഗമിക്കുന്നത് സ്ത്രീകളായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആലോചിച്ച് നോക്കി, എവിടെ എത്തിപ്പോ? പണ്ടത്തെ ഉമ്മാമ പുരയിൽ കുത്തിരുന്നിട്ട് മുസാഫ് നിൽക്കാരോ? അപ്പൊ മോള് ഈ ഉമ്മാമിയെല്ലാം പണ്ടുണ്ടാക്കിയ വഞ്ചന, ഞങ്ങളിതാ പോന്നേ അള്ളാഹു ഒരു വള്ളിയിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞകാല മുസ്ലിം സഹോദരിമാരുടെ പാരമ്പര്യത്തെ പോലും ഇക്കിളിപ്പെടുത്തിയിട്ടോ പള്ളികളിലേക്കെന്ന് പറഞ്ഞു ഒടുങ്ങുന്നു കൊടിയിൽ പോകുന്ന ഉമ്മമാരില്ലേ, അപകടത്തിന്റെ വലുപ്പം മനസ്സിലാക്കണം കേട്ടോ. റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാ, വയഖ്തുബു സിബിയാനു ഫിൽ മനാബിർ വൽ മുഖാതബതു ലിന്നിസാ. അന്ന് നല്ല നല്ല ചെറുപ്പക്കാരിങ്ങനെ അടിപൊളി ഖുതുബ നടത്തുന്ന കാലായിരിക്കും. കേൾക്കാൻ പോകുന്ന വിഭാഗത്തിൽ ആരും കൂടെ ഉണ്ടാകും? സ്ത്രീകളടക്കം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ രീതിയിലുള്ള ഒരുപാട് രംഗപ്രവേശനങ്ങൾ നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നേരത്തെ ഇതൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനും പഠിക്കാനും നമുക്കിന്ന് നേരമില്ല. റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയാൻ മാത്രം നമ്മൾ 10 ദിവസം മെനക്കണം. വേറെ ചർച്ച ഒക്കെ ഉണ്ട് മാറ്റി വെച്ചിട്ട് ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു തീർക്കാൻ കഴിയുന്നത് കൊണ്ടല്ല. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൽ ഫയുരിബ അൻ ഖുനാതികും ബിഫമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ദഅമത അത്ഹുൽ നസാറഫീന ബിഹിം واحكم بما شئت مادحا فيه واحتكمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. യജമാനനായ റബ്ബേ, നീ പൊരുത്തപ്പെട്ടൊരു മഹാനുഭാവന്റെ പേരിൽ അവിടുന്ന് കിടക്കുന്ന ഭൂമിയിൽ ഇരുന്നിട്ടാണ് നിന്റെ ഹബീബിന്റെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയത്. നീ സ്വീകരിക്കണേ അല്ലാ. മദീന മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട ഗുരു മുഹമ്മദിനിൽ മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടുത്തെ ഹുദൂർ കൊണ്ട് ഈ സദസ്സ് നീ ധന്യമാക്കണേ അല്ലാ. അവിടുത്തെ നോട്ടം ഞങ്ങളുടെ കൽബിലേക്ക് നീ ഇട്ടുതരണേ റബ്ബേ.
ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത, പാടി തീർക്കാൻ കഴിയാത്ത, എഴുതി തീർക്കാൻ കഴിയാത്ത, കയ്യും കണക്കുമില്ലാത്ത ആദരവും ബഹുമാനവും റബ്ബ് നൽകി അനുഗ്രഹിച്ച മുഹമ്മദിനിൽ മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ ഹബീബ് നിങ്ങൾക്ക് വേണ്ടി എത്രയോ കരഞ്ഞിട്ടുണ്ട്. ആ കരഞ്ഞ ഹബീബിന്റെ കണ്ണുനീര് നിങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണെന്നുള്ള ഓർമ്മ വേണം. ആ ഹബീബ് അന്ന് പൊട്ടിക്കരഞ്ഞതിന്റെ പരിണിത ഫലമായി നിങ്ങൾക്ക് ഭൂമിയിൽ ജനിക്കാൻ, ജീവിക്കാൻ, വളരാൻ പടച്ച റബ്ബ് അവകാശവും അർഹതയും തന്നപ്പോ ഇന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ സിദ്ധാന്തക്കാരും വിവിധങ്ങളായ സംഘടനയുടെ ആളുകളൊക്കെ വന്നിട്ട് നിങ്ങളെ കിളിപ്പെടുത്തി റോട്ടിലിറക്കാൻ, മുദ്രാവാക്യം വിളിപ്പിക്കാൻ, നിങ്ങളെ പബ്ലിക് പുസ്തകങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോ ഒരുപക്ഷെ പിശാച് നിങ്ങൾക്ക് അതിലേക്ക് പ്രചോദനം നൽകും. നിങ്ങൾ ആ വഴിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പതുക്കെ ഒന്ന് മലർന്നു കിടന്നിട്ട് നിങ്ങളുടെ മനസ്സൊന്നോടട്ടെ. ഇലാ മദീനത്തി റസൂലില്ലാഹി, ഹബീബായ തങ്ങളിലേക്കൊന്ന് ഓടിച്ചാലോചിക്കുക. ഈ കാണുന്ന ആരുമില്ലാത്തൊരു കാലഘട്ടത്തിൽ എന്റെ കഴിഞ്ഞുപോയ പൂർവീകരായ സഹോദരിമാരെ, അതെ, അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ വിപ്ലവകരമായ നേതൃത്വം നൽകി അച്ചടക്കപൂർണമായ ഒരു ജീവിതം നയിച്ച, ജനിക്കാനും ജീവിക്കാനും വളരാനുമുള്ള അവസരം തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ഇന്നീ വേണ്ടാത്തരം ചെയ്യുമ്പോ ആ ഹബീബ് ആ സങ്കടത്തിന്റെ പേരിൽ മദീനയിൽ വെച്ച് കരയുന്നുണ്ടെന്ന് ഓർമ്മ വേണം കേട്ടോ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് നമ്മുടെ സഹോദരിമാർ നിങ്ങളുടെ കൈകളിൽ പറ്റുന്ന അബദ്ധങ്ങൾ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന വേണ്ടാത്തരങ്ങൾ, അതൊക്കെ മദീനയിൽ വെച്ച് കണ്ടിട്ട് റസൂലുള്ള കരയുന്നുണ്ടാകും. ആ ഹബീബിന്റെ ശാപം പേറുന്നവരായി മാറരുത് കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ, കാര്യലാഭങ്ങൾ മുന്നിൽ കാണാതെ, നിങ്ങളുടെ ഇസ്സത്തും അന്തസ്സും വകവെച്ച് തന്ന്, നിങ്ങൾക്ക് ആവശ്യമായ അച്ചടക്കങ്ങൾ നിർണയിച്ചു തന്ന്, അർഹമായ അവകാശങ്ങൾ വകവെച്ച് തന്ന്, അനർഹമായതിലേക്ക് നിങ്ങൾ ഇറങ്ങി ചിന്തിക്കരുതെന്ന് നിങ്ങൾക്ക് ബോധനം നൽകി നിങ്ങളെ മാതൃകാ വനിതകളാക്കി മാറ്റി ലോകത്തെത്ര ചരിത്ര വനിതകളെ സൃഷ്ടിച്ചു അല്ലേ. അവഗണിച്ച പെൺകുട്ടികൾ ജീവനോടെ മണ്ണിൽ പോയ ലോകത്ത് അള്ളാന്റെ ഹബീബ് വളർത്തിക്കൊണ്ടുവന്ന മഹദി മാതർ എത്രയാ നമുക്കറിയില്ലേ. ഇന്നത്തെ രാത്രിയിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്നെത്തിയാൽ നമ്മുടെ വീട്ടിൽ മൗലിദിന്റെ കിതാബില്ലേ, ആ മൗലിദ് കിതാബ് പതുക്കെ ഒന്ന് മറിക്കുക. അതിന്റെ അവസാന ഭാഗത്തിൽ കാണാം കുറെ മാലകൾ, മുഹ്യിദ്ദീൻ മാല, റിഫാഇ മാല എന്നൊക്കെ പറഞ്ഞ് കുറെ മാല കാണുമ്പോ ആ കൂട്ടത്തിൽ കാണാം നഫീസത്ത് മാല. ആരാണ് നിങ്ങളെ പോലത്തൊരു പെണ്ണ? ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും ബില്ലേ നഫീസത്ത് മാല ഞാൻ തുടങ്ങി വലിയ കണക്ക് സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ബീബിനെ ഫീസത്തെ. ആ മഹദിയുടെ ജീവിത ചരിത്രം ഒന്നിങ്ങനെ പാടുക. ആരാണ് സയ്യിദത്തുനാ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മാർഗ്ഗത്തിലൂടെ വളർന്നു വന്ന, ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ധീര വനിത. അല്ലാഹു ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാനിലും അമലിലും അല്ലാഹു ബർക്കത്ത് ചെയ്തു തരട്ടെ. സ്ത്രീത്വത്തെ അവഗണിച്ചിട്ട് മണ്ണിലിടിച്ചു മൂടിയ ഒരു പുരുഷ വിഭാഗത്തിന്റെ നാവ് കൊണ്ട് റസൂലുള്ളാഹി തിരിച്ചു പറയിച്ചെന്ത്? പരിശൈനോ റഹ്മതൽ നബി മുത്ത് മകളായേ ബംഗീശം അഹ്ൽ ബൈത്തിൽ പതിയോരായേ കരുണാറ്റ തരുൾ ബീബി നഫീസത്തിൽ റളിയല്ലാഹ് കരുണർ വിളാനാങ്ങൾ കണൈ തീടല്ലാഹ്.
ആഖിറത്തിലുണ്ടാകുന്ന പ്രതിസന്ധിയുടെ മോചനത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ തവസ്സുൽ ചെയ്യാനുള്ള ഒരു ഉയർന്ന വിലായത്തിന്റെ ഗൈഡിലേക്ക് നഫീസത്തുൽ മിസ്രി അടക്കമുള്ള ശഅബാനത്തുൽ ബസ്രിയെ പോലോത്ത മൈമൂനത്തുൽ മിസ്രിയെ പോലോത്ത ഫാത്തിമത്തു സഹ്റാവിനെ പോലോത്ത ആയിഷ ബീബിയെ പോലോത്ത ഖദീജ ബീബിയെ പോലോത്ത നിരവധി മഹദിമാരെ ലോകത്തിന് സംഭാവന കൊടുത്ത മുഹമ്മദുൽ മുസ്തഫ ആ മാതൃകാ വനിതകളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തുകയാ. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അധിപനായ റബ്ബേ, ഞങ്ങളുടെ സദസ്സ് നീ ഇജാബത്തുള്ള സദസ്സാക്കി തരണം റഹ്മാനെ. നമ്മുടെ ഈ ആഠ്യത്തരവും നമ്മുടെ ഈ ഓട്ടവും ചാട്ടവും ഇതെല്ലാം നശിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ആർക്കും ഇവിടെ ശാശ്വതമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എത്താൻ അല്പം വൈകിപ്പോയത് എന്റെ കുടുംബത്തിൽപ്പെട്ട കുഞ്ഞലു എന്നു പേരുള്ള ഒരു സഹോദരി ഇന്നലെ രാത്രി വരെ സന്തോഷത്തോടെ ജീവിച്ച പെണ്ണാണ്. ഇന്ന് നേരം വെളുത്തപ്പോഴും പ്രശ്നമില്ല. 10 മണി സമയത്തൊരു ചെറിയ അസ്വസ്ഥത പോലെ സ്വന്തം മകന്റെ ഓട്ടോയിൽ കയറ്റി ഡോക്ടർ അടുക്കൽ പോയതാണ്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് തളർന്നു മരിക്കുകയാണ്. ആ വീട്ടിൽ ഞാൻ മണിക്കൂറുകളോളം അധ്വാനിക്കേണ്ടി വന്ന അധ്വാനം, അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണം റഹ്മാനെ. ആ കുടുംബത്തിന്റെ വാപ്പ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആ വീട്ടിൽ ഒരു ഭാഗത്ത് അവിടെയുള്ള പെൺമക്കളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വിതുമ്പുന്നു, മറുഭാഗത്ത് ആംബുലൻസ് മയ്യത്തുമായി വരുന്നു. ഒരു ചെറിയ മകൻ ഒരു ഭാഗത്ത് അബോധാവസ്ഥയിൽ വീഴുന്നു. എല്ലാം കൂടെ ഞെട്ടിത്തിരിഞ്ഞ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായി പോയി. അല്ലാഹു അവർക്കെല്ലാം ക്ഷമ കൊടുക്കുമാറാകട്ടെ. ഇതൊരു കുഞ്ഞലു എന്ന് പറയുന്ന സഹോദരിയുടെ അവസ്ഥയല്ല. അതിന്റെ തൊട്ടു മുമ്പ് 2 ആഴ്ച മുമ്പ് പേരാമൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മഹ്മൂദ് മാസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സജീവ സഹായി ഒരുപാട് കാലം ഒമാനിൽ സലാലയിലായിരുന്നു. ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ സെറ്റ് ചെയ്തതാണ്. അന്നൊരു ദിവസം സ്വന്തം ഭാര്യയെയും അതുപോലെ തന്നെ 2 മക്കളുള്ള മൂത്ത മകളെയും കൂട്ടി കുടുംബസമേതം ഒരു വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഓടി മാത്രം കാണും. പെട്ടെന്ന് ആ വണ്ടിയുടെ മുന്നിലേക്കാണോ എന്ന് എടുത്തു ചാടി ഡ്രൈവ് ചെയ്യുന്ന കുട്ടി ആ മനുഷ്യനെ രക്ഷിക്കാൻ ഒന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തു. നേരെ ചെന്ന് വണ്ടി ആൾട്ടോ വണ്ടിയാണ് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുന്നു. ആ ഇലക്ട്രിക് പോസ്റ്റ് മധ്യത്തിലൂടെ പൊട്ടി കാറിന്റെ പിൻഭാഗത്ത് വന്ന് വീഴുന്നു. പിൻസീറ്റിലുള്ള ഉമ്മാന്റെ തലക്ക് വീണിട്ട് തല പൊട്ടുന്നു. അടുത്തിരുന്ന് കാണുന്ന മകൾ ഏറ്റേക്കായി മരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. രാത്രിയാകുമ്പോഴേക്കും ഉമ്മയുടെയും ചെറുപ്പക്കാരിയായ മകളുടെയും മയ്യത്ത് ആ വീട്ടിലെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, അന്നത്തെ രാത്രിയിൽ ഞങ്ങളൊക്കെ സഹിച്ച മാനസിക സംഘർഷാവസ്ഥ. ഞാൻ ആ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നപ്പോ 9 വയസ്സുള്ള SBS ഒരു പ്രവർത്തകനായ ഒരു മകനുണ്ട്, 13 വയസ്സുള്ള ഒരു മകളുണ്ട്. ഇരുന്ന് പൊട്ടിക്കരയുകയാൽ വിനീതനായ ഞാൻ കയറി ചെന്നപ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനേറ്റോടി വന്ന് കെട്ടിപ്പിടിച്ച് ആ പ്രിയപ്പെട്ട മകൾ ചാരത്ത് വന്നു എന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മയും വല്യമ്മയും സ്വർഗത്തിൽ കടക്കാൻ ദുആ ചെയ്യണം കേട്ടോ. ഒരർത്ഥത്തിൽ ആ കുടുംബം ഭാഗ്യശാലികളാണ്. 9 വയസ്സുള്ള ഒരു മകനെ കൊണ്ട് എന്റെ ഉമ്മയും വല്യമ്മയും സ്വർഗത്തിൽ കടക്കുന്നവരായി കിട്ടുമെന്ന് പറയിക്കാൻ ആ കുടുംബത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ആ കുടുംബം ഭാഗ്യശാലികളാണ്. ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ മരണം എന്ന് പറയുന്ന പുലിക്കുട്ടി നമുക്ക് നേരെ ചാടി വീഴാൻ എന്നും കാത്തിരിക്കുകയാണ്. അകലെയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയതുപോലെ കുല്ലും ദിഇൽ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖിൻ അലിഹി. മോനെ, നിന്റെ കാലിൽ ധരിച്ച ചെരുപ്പില്ലേ, അതിന്റെ പട്ടവാറ് കണ്ണിലിന്റെ കാലോട് എത്ര കണ്ടെടുത്തു നിൽക്കുന്നു, അതേക്കാൾ നിന്നോടടുത്ത സത്യം മരണമാണ് കേട്ടോ. അത് അതിവിദൂരമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകണ്ട. നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന ബോധം വേണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ മരണം എന്ന് പറയുന്ന സിംഹം നമുക്ക്
നേരെ ചാടി വീണാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. പാണ്ഡിത്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, ആരോഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, സൗന്ദര്യം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയതുപോലെ വമൽ നസലത് ബിസാഹതിഹിൽ മാനായാ വലാ അർളുൽ തഖീ വലാ സമാഉ. നിന്റെ മുറ്റത്തെങ്ങാനും മരണമെന്ന് പുലിക്കുട്ടി ഇറങ്ങിപ്പോയാൽ ഓടി ഒളിക്കാൻ ഭൂമിയിൽ ഒരിടമില്ല മോനെ, അഭയം പ്രാപിക്കാൻ ആകാശത്തിൽ ഒരിടമില്ല മോനെ. ആ മരണത്തിന് നീ കീഴ്പ്പെട്ട് കിടക്കേണ്ടി വരും കേട്ടോ. ആ മരണം നമ്മെ തലോടുന്ന സമയത്ത് ഹബീബിന്റെ പരിശുദ്ധമായ ബർക്കത്തുള്ള മുഖം കണ്ട് മരിക്കാൻ സാധിക്കണം മക്കളെ. നമ്മൾ ആരാ പഠിക്കുന്നത്, ആരാ ശ്രമിക്കുന്നത്? മാക്സിമം ഇന്ന് പഠിപ്പിക്കുന്നതിന് എന്താ? മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ, മുഹമ്മദ് ക, മയമാക്ക, അറബി പയ്യൻ, ഇതൊക്കെയാണ് ഒരു വിഭാഗത്തിൽ എന്തുള്ളത്. ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി? പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല. മുഹമ്മദുൽ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൽ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. യജമാനനായ റബ്ബേ, ഈ കൊച്ചുപദേശത്തിരുന്ന് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. മദീന മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട ഗുരു മുഹമ്മദുൽ മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ദറജ നീ ഉയർത്തണേ റബ്ബേ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മാഫ് തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കൊച്ചനുജത്തിമാരെ, ഉമ്മ പെങ്ങന്മാരെ, നബിയുനാ റസൂലുള്ളാഹി നമ്മുടെ ജീവത്തുടിപ്പായി മാറണം കേട്ടോ. റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ ജീവത്തുടിപ്പായി മാറുന്നത് എപ്പോഴാണോ അന്ന് നമുക്ക് ഇസ്ലാമിക അച്ചടക്കത്തോട് താല്പര്യം ഉണ്ടാകും. അതിന് റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കണം. എന്നാൽ ആ ഹബീബായ നേതാവ് ജീവിതകാലത്ത് നടത്തിയ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളായി എണ്ണിയ 70-ലധികം വരുന്ന അടയാളങ്ങളുണ്ട്. പറഞ്ഞു തീർക്കാൻ ഇപ്പൊ നേരമില്ല. പക്ഷേ അതൊക്കെ ഒന്ന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഭൂമി കുലുക്കം വർദ്ധിക്കും കേട്ടോ. 3 ദിവസമായി കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണം റബ്ബേ. റബ്ബേ നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്തെങ്ങാനും ആ ഒരു കിലുക്കത്തിന് ശക്തി വരികയും കിടക്കുന്ന ആ ടെറസെങ്ങാനും നമ്മുടെ ശരീരത്തിൽ പതിഞ്ഞ് ചിന്നിച്ചിതറി മരിക്കേണ്ട ഗതികേട് വന്നാൽ ആരുണ്ട് മക്കളെ നമ്മളെ സംരക്ഷിക്കാൻ? എവിടെ നമ്മുടെ അഹങ്കാരം? എവിടെ നമ്മുടെ ധിക്കാരം? എവിടെ നമ്മുടെ സൗന്ദര്യം? എവിടെ നമ്മുടെ സമ്പത്ത്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ആ ഭൂമി കുലുക്കൊക്കെ വർദ്ധിക്കാനുള്ള ഒരു കാരണം റസൂലുള്ളാഹി പറയുന്നത് എന്താണെന്നറിയോ? ആ കാലഘട്ടത്തിലുള്ള സഹോദരിമാര് വഴിവിട്ട ജീവിതം നയിക്കും കേട്ടോ. വഴിവിട്ട ജീവിതം നയിച്ചിട്ട് എവിടെ എത്തുന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിലവാരമുള്ള കുടുംബത്തിലുള്ള പെണ്ണൊക്കെ അങ്ങനെ അന്യന്റെ കൂടെ ഇറങ്ങിയോടും ഗത്യന്തരമില്ലാതെ ഉപ്പാര് വഴിയിൽ നിന്ന് പിടിച്ച് നിക്കാഹ് ചെയ്ത് വിടേണ്ട ഗതികേട് വരുമെന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഇന്ന് നിത്യസംഭവമായിട്ട് മാറുന്നില്ലേ? പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കഠിനാധ്വാനം ചെയ്ത് ഒരു മകളെ പഠിപ്പിച്ച് പോറ്റി വളർത്തി
+2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ പാപ്പാന്റെ മനസ്സിൽ നല്ലൊരു ആഗ്രഹം, ഉമ്മാന്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം, മകളെ ഒരു പുതിയാപ്പിള എടുത്തിരുന്നു, വിവാഹം നല്ലൊരു ടോപ്പ് കല്യാണമൊക്കെ നടത്തണം. കല്യാണത്തിന് പുതിയാപ്പിളിനെ സെലക്ട് ചെയ്തു, എല്ലാം നിശ്ചയിച്ചു, പന്തലിടാൻ തുടങ്ങി. കല്യാണത്തിന്റെ 3 ദിവസം നോക്കുമ്പോ മോളെ കാണാനില്ല, അന്യന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. റബ്ബേ, അത്തരത്തിലുള്ള ഒരു ഗതികേടിലേക്ക് ഞങ്ങളുടെ ആരുടെയും മക്കളെ നീ എത്തിക്കല്ലേ റബ്ബേ. അത്തരത്തിലുള്ള ഒരു അപമാനവും വേദനയും ഞങ്ങൾക്ക് ആർക്കും നീ അനുഭവപ്പെടുത്തല്ലേ റബ്ബേ. ആരെങ്കിലും അങ്ങനത്തെ ഒരു നൊമ്പരം അനുഭവിക്കുന്നുവെങ്കിൽ ആ ദുരിതത്തിൽ നിന്ന് അവരെ നീ സലാമത്ത് നൽകി അനുഗ്രഹം റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എത്രയോ കേട്ട് കഥകൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവസാനം ഗത്യന്തരില്ലാതെ വഴിയിൽ വെച്ച് പോന്നോണ്ടൊക്കെ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട ഗതികേട്. രണ്ടാമത് റസൂലുള്ളാഹി പറയുന്നു, ആ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളുടെ രംഗപ്രവേശനം എവിടത്തോളം എത്തുന്നറിയോ? അവര് പള്ളികളിലേക്ക് പോലും ഒഴുകുന്ന രംഗം വരും കേട്ടോ. അലാമാത്തുൽ ഖിയാമ, ലോകാവസാനത്തിലെ ലക്ഷണങ്ങളിൽ റസൂൽ പറയുന്നു, വയഖ്തുബു സിബിയാനു ഫിൽ മനാബിർ വൽ മുഖാതബതു ലിന്നിസാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ന് പള്ളിയിലൊക്കെ ഖുതുബ പ്രസംഗം നടത്തുന്ന ചുറുചുറുക്കുള്ള ജീൻസ് പാന്റും ടീഷർട്ടുള്ള കോട്ടും ബോട്ടും ടൈയും കെട്ടിയുള്ള ചെറുപ്പക്കാരായിരിക്കും. വൽ മുഖാതബതു ലിന്നിസാ. ഖുതുബ പ്രസംഗം കേൾക്കാൻ ഏറ്റവും കൂടുതൽ സംഗമിക്കുന്നത് സ്ത്രീകളായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെ എത്തിപ്പോ? പണ്ടത്തെ ഉമ്മാമ പുരയിൽ കുത്തിരുന്നിട്ട് മുസാഫ് നിൽക്കാരോ? അപ്പൊ മോള് ഈ ഉമ്മാമിയെല്ലാം പണ്ടുണ്ടാക്കിയ വഞ്ചന ഞങ്ങളിതാ പോന്നേ അള്ളാഹു ഒരു വള്ളിയിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞകാല മുസ്ലിം സഹോദരിമാരുടെ പാരമ്പര്യത്തെ പോലും ഇക്കിളിപ്പെടുത്തിയിട്ടോ പള്ളികളിലേക്കെന്ന് പറഞ്ഞു ഒടുങ്ങി പോകുന്ന ഉമ്മമാരില്ലേ? അപകടത്തിന്റെ വലുപ്പം മനസ്സിലാക്കണം കേട്ടോ. റസൂലുള്ളാഹി തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാ. വയഖ്തുബു സിബിയാനു ഫിൽ മനാബിർ വൽ മുഖാതബതു ലിന്നിസാ. അന്ന് നല്ല നല്ല ചെറുപ്പക്കാർ ഇങ്ങനെ അടിപൊളി ഖുതുബ നടത്തുന്ന കാലായിരിക്കും. കേൾക്കാൻ പോകുന്ന വിഭാഗത്തിൽ ആര് കൂടെ ഉണ്ടാകും? സ്ത്രീകളടക്കം ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആ രീതിയിലുള്ള ഒരുപാട് രംഗപ്രവേശനങ്ങൾ നടക്കുകയാണോ? അല്ലാഹുവിന്റെ ഹബീബ് നേരത്തെ ഇതൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനും പഠിക്കാനും നമുക്കിന്ന് നേരമില്ല. റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറയാൻ മാത്രം നമ്മൾ ഒരു 10 ദിവസം മെനക്കണം. വേറെ ചർച്ച ഒക്കെ ഉണ്ട് മാറ്റിവെച്ചിട്ട് ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു തീർക്കാൻ കഴിയുന്നത് കൊണ്ടല്ല. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൽ ഫയുരിബ അൽ ഖുനാതിഖും ബിഫമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ിലേക്ക് പോകുമ്പോ എന്റെ പെങ്ങളാണെന്നുള്ള ബോധത്തോടെ നിയന്ത്രിക്കാൻ ഒരു ആങ്ങൾക്ക് സാധിക്കണം. ചില പെങ്ങന്മാരുണ്ടാകും പിടിച്ചതിനേക്കാളും വലുതാ മാളത്തിലുള്ളതെന്ന് സൈസ്. അത് പിന്നെ നിയന്ത്രിക്കാൻ ആരെ പറ്റുന്ന ആളുണ്ട് ഏൽപ്പിച്ചേക്കുക. ചിലതൊക്കെ നല്ല നല്ല വജ്രം പോലത്തെ കത്തി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കുറെ പണിയുണ്ടാവും. എന്നാലും അൽഹംദുലില്ലാ അതിനൊക്കെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. ഇടയ്ക്കിടെ നമ്മൾ SOSന്റെ കീഴിലൊക്കെ LSFന്റെ കീഴിലൊക്കെ എന്താകുക, നല്ലൊരു ഫാമിലി ക്ലാസ് സംഘടിപ്പിക്കുക. എന്നിട്ട് ഭാര്യ അപ്പുറത്തും ഇരിക്കാം, ഭർത്താവ് ഇപ്പുറത്തും ഇരിക്കാം. എന്നിട്ട് മൗലിയാര് നന്നായിട്ട് രണ്ടാക്കും കൊടുക്കേണ്ട ഡോസ് ഇങ്ങനെ കൊടുക്കുക. ക്ലാസ്സും കഴിഞ്ഞിട്ട് പുരേ പോയിട്ട് ചോദിക്കുക, പെണ്ണുങ്ങൾ അങ്ങോട്ടും ഭർത്താവ് ഇങ്ങോട്ടും ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് ഇന്നത്തെ ക്ലാസ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, നിങ്ങൾക്ക് കിട്ടണ്ട നിങ്ങൾക്കും കിട്ടി, എനിക്ക് കിട്ടണ്ടേ നമുക്കും കിട്ടി, പരസ്പരം പൊരുത്തപ്പെട്ടു പോകാന്നുള്ളൊരു ആശയത്തിലേക്ക് എത്താൻ. ഇതിങ്ങനെ കൊല്ലത്തിലൊരു 4 ദിവസത്തെ വാദുറൂസിന്റെ പേരും വെച്ച് നിങ്ങൾ നടത്തി അതിനോട് കഴിഞ്ഞു. പിന്നെ ആ ഭാഗം തിരിഞ്ഞു നോക്കാൻ അതിന് സംഗതി നടക്കൂല. ഈ സമൂഹത്തെ ഉത്തേജിപ്പിക്കാനുള്ള ഇന്ധനം ഇടയ്ക്കിടെ കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. മുസ്ലിമിലുള്ള ഇസ്ലാമിന്റെ ജീവൻ, അത് അതിന്റെ ഉത്തേജക വസ്തു, അത് അറിവാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഫർദ എന്ന് പറയുന്ന അച്ചടക്കമുള്ള ഒരു വസ്ത്രത്തെ പോലെ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സ്ത്രീകളുടെ സെക്യൂരിറ്റി ഉപകരിക്കുന്ന ഒരു വസ്ത്രം എന്താ കാണിച്ചു കൊടുക്കാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഉള്ളത്? ഒന്നുമില്ല. പക്ഷെ എന്ത് വേണം? അത് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് വേണം. എതിർക്കുന്നവരുണ്ട്, അതെന്തിനേയും എതിർക്കും, ഏത് നല്ലതിനെയും എതിർക്കും.
ആരോ എതിർക്കുന്നത് കേട്ടിട്ട് എന്തോ ചെയ്യാനുള്ളവരല്ല മുസ്ലിം. എതിർക്കുന്നവൻ എതിർത്തിന്റെ ഭാഷയിലേക്ക് പോകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തോടും സംസ്കാരത്തോടും നമ്മുടെ അച്ചടക്കത്തോടും ഒരു താല്പര്യം വേണം. ആ വഴിയിലേക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിന്റെ അവസ്ഥ എന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ക്രൂരമായി പീഡിക്കപ്പെട്ട ഇരുട്ടിന്റെ ലോകത്ത് നിങ്ങൾക്ക് വ്യക്തമായ സ്വാതന്ത്ര്യവും അച്ചടക്കവും നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ ശരീരത്തെ പരിപൂർണമായി മറിച്ചിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. നിന്റെ ശരീരത്തിന്റെ വെളുപ്പും കൊഴുപ്പും തടിപ്പും അന്യന് കാണിക്കാൻ പാടില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ റബ്ബ് തആല പഠിപ്പിച്ചു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. വിവരമില്ലാത്ത ജാഹിലിയ കാലത്തുള്ള സ്ത്രീകളുടെ രംഗപ്രവേശനം പോലെ നിങ്ങൾ തുറന്ന പുസ്തകങ്ങളായി രംഗത്തിറങ്ങരുത്. നിങ്ങൾ പരിപൂർണമായി അച്ചടക്കം പാലിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം. ആവശ്യത്തിന് നിങ്ങൾ അത്യാവശ്യത്തിന് പുറത്തു പോകുമ്പോ ഈ അച്ചടക്കം അംഗീകരിച്ചല്ലാതെ പുറത്തു പോകാനും പാടില്ല. നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ വീടാണ്, നിന്റെ വളർത്തു മക്കളാണ്, നിന്റെ ഭർത്താവിന്റെ ഭാവിയാണ്, നിന്റെ കുടുംബത്തിന്റെ നാളെയുടെ ഇസ്സത്താണ്. അതാണ് നീ സംരക്ഷിച്ചു കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം വളരെ ഇസ്സത്തോടെ ജീവിക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ താല്പര്യപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നലെ ഞാൻ കാസർഗോഡ് ജില്ലയിലേക്ക് ഒരു യാത്ര ട്രെയിനിൽ പോയി. അപ്പൊ ഞാൻ ആ യാത്ര ട്രെയിൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പൊ എന്റെ മുന്നിൽ ഈ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള കുറെ ആളുകളുണ്ട് ആ ട്രെയിനിൽ. അവരൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു മുസ്ലിം പെണ്ണ്, ഓൾ എന്താന്ന് ഇങ്ങനെ ബഡ്ഡി ബഡ്ഡി പോലത്തെ ഒരു സാധനം, ചട്ടപ്പട. ഓള് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ ഒന്നായിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒന്നായിട്ട് പോയിട്ട് ഈ പെണ്ണ് ഒരു വണ്ടി കയറുമ്പോ ഒന്നിച്ചുള്ള കുറെ വന്ന ടീം, അയ്യടാ ഒരു പെണ്ണ്, എന്താ അതിന്റെ സ്പീഡ്. ഓലിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാം, ആരാ പെണ്ണ്? ഒരു മുസ്ലിം പെണ്ണ്. അഭിപ്രായം പറയാൻ നിങ്ങൾ ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഈ ഉമ്മത്തിലുള്ള സഹോദരിമാർ എത്ര അച്ചടക്കവും ഇസ്സത്തും നിലനിർത്തേണ്ടവരാ. പഴയ കാലത്ത് നമ്മുടെ വീട്ടിലുള്ള ഉമ്മയെ കാണാൻ ഇവിടത്തെ മറ്റു മതത്തിലുള്ള സഹോദരിമാർക്ക് പോലും ബഹുമാനമായിരുന്നു അല്ലേ? വളരെ ആദരവോടെ ആത്മീയതയോടെയാണ് കണ്ടിരുന്നതല്ലേ? ഇന്നൊരു മുസ്ലിം പെണ്ണിനെ കാണുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു കോളേജിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുക, ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുന്നിൽ നിൽക്കുക. വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, പെൺകുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അവരൊക്കെ പോന്നും വരുന്നതും കണ്ട എന്ത് അച്ചടക്കാണ്. അതേ സ്ഥാനത്ത് ഈ പറയുന്ന സമുദായത്തിലുള്ള പെൺകുട്ടികൾ അവര് പുറത്തിറങ്ങിയ ലെവല് തെറ്റിയ ഭ്രാന്തൻ നായികളെ പോലെ എന്തൊക്കെയോ കളിച്ചിങ്ങനെ ഊരു ചുറ്റി കറങ്ങുമ്പോ വല്ലാതെ വേദനിക്കുകയാണ് കേട്ടോ. സ്വന്തം വാപ്പയെ പറ്റി ആ കുട്ടിക്ക് ഓർമ്മയില്ല, ഉമ്മയെ പറ്റി ഓർമ്മയില്ല, അവരെ പോറ്റിയവരെ പറ്റി ഓർമ്മയില്ല. എന്നെ കൊണ്ട് എന്റെ കുടുംബത്തിനൊരു അപമാനം വരുതെന്ന ചിന്തയില്ല. അങ്ങനെ നാണക്കേടിലേക്ക് പോകുമ്പോ ഇതിന്റെയൊക്കെ പാർശ്വഫലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ സമുദായമാണെന്ന ബോധം വേണം കേട്ടോ. എത്ര ഇസ്സത്താണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുന്ന പെണ്ണ്. അൽഹംദുലില്ലാഹ്, നല്ല അച്ചടക്കമുള്ള ഫർദ് ധരിച്ച്, നല്ല മുഖമക്കനിയും ധരിച്ച്, നിഖാബ് ധരിച്ച്, ഷോക്സും ഗ്ലൗസും ധരിച്ചിട്ട് ആ അച്ചടക്കത്തോടെ പോയി പഠിച്ചു വരുമ്പോ അത് കാണാൻ തന്നെ എന്ത് സമാധാനമാണല്ലേ, അതിനെന്ത് ഇസ്സത്താണല്ലേ. ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ കൊച്ചനുജത്തിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, ഉപയോഗിക്കുന്ന ഭാഷകൾക്ക് കടുപ്പം കൂടി പോകുന്നുവെങ്കിൽ ഈ വിനീതനോട് നിങ്ങൾ ക്ഷമിക്കണം. വെറുപ്പ് കൊണ്ടല്ല, വേദന കൊണ്ടാണ്, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ മനസ്സൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ നബി മുഹമ്മദുൽ മുസ്തഫ ആ ഹബീബിനെ ഓർത്തൊന്ന് ചിന്തിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് എത്രയാ നിങ്ങൾക്ക് വേണ്ടി ഓർക്കൊടിഞ്ഞത്, എത്രയാ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞത് റസൂലുള്ളാഹി.
അവിടുത്തെ സ്വന്തം ഭാര്യമാർക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയല്ല, ഈ സമുദായത്തിൽ പീഡിപ്പിക്കപ്പെട്ട പാവപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് എത്രയാണ് പൊട്ടിക്കരഞ്ഞതല്ലേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ആ റസൂലുള്ള നിങ്ങളുടെ ഖൽബിലുണ്ടോ? ഇന്ന് പറ്റിയ അപകടം നമുക്കൊക്കെ അവിടെയാണ്. നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കാൻ തയ്യാറായില്ല. നമുക്ക് ഇസ്ലാമിനോട് അടുക്കാൻ സാധിക്കണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആ ഹബീബിനെ പറ്റി പഠിക്കാൻ സാധിക്കും. രാജ്യത്തിന്റെ തലസ്ഥാനമായി നിൽക്കുന്ന ഡൽഹിയിൽ ഉണ്ടായെങ്കിൽ അവസാനം സാക്ഷാൽ RSSന്റെ നേതാക്കളടക്കം BJPയുടെ നേതാക്കളടക്കം മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞു, ഈ വിഭാഗത്തെ തൂക്കിലേറ്റണം, ആ വിഭാഗത്തെ എറിഞ്ഞു കൊല്ലണം, ആ രീതിയിൽ അർഹമായ ശിക്ഷ കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ പിന്നെയും ആഴ്ചകളോളം പത്രങ്ങൾക്ക് എഴുതാനുള്ളത് ഓരോ ദിവസവും ഡൽഹിയിൽ പെൺകുട്ടികളുടെ പീഡനത്തിന്റെ കഥ തന്നെ. നിങ്ങൾ നിയമം എത്ര കൊണ്ട് കൊണ്ടുവരുന്നോ അതിന് കണക്കായി ഞങ്ങൾ കുരുത്തക്കെട് കളിക്കുമെന്ന വീറും വാശിയുമുള്ളൊരു വിഭാഗമായിട്ടല്ലേ നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് സുബ്ഹാനല്ലാഹ് എവിടത്തേക്ക് എത്തിയിരിക്കുന്നു എന്നറിയുമോ? സ്വന്തം ഉമ്മ പെൺമക്കളെ വലിച്ചെറിഞ്ഞ് അന്യന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഗതികേടല്ലേ. സ്വന്തം ഉമ്മാന്റെ മടിത്തട്ടിലിരുന്ന് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന സമയത്ത് 6 മാസമുള്ള പെൺകുട്ടി ഒന്ന് മുലക്കണ്ണിലൊന്ന് കടിച്ചു പോയതിന്റെ പേരിൽ ആ പൊന്നുമോന്റെ ശരീരത്തിൽ തീയുടെ കട്ടയെടുത്ത് കുത്തി 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 90-ലധികം പൊള്ളലേൽപ്പിച്ചിരിക്കുന്ന ഉമ്മാന്റെ കഥ പോലും പറയുന്ന, പീഡനത്തിന്റെ നൊമ്പരം സഹിക്കുന്ന ഒരു ആഴിയിലെ കുഴിയിട്ടിറങ്ങുന്ന വിഭാഗമായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരിറങ്ങിത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചത്, സ്വന്തം പെങ്ങളെ പോലെയാണ് സ്നേഹിച്ചത്. ആ ഹബീബിനൊരാഗ്രഹമുണ്ട്, നിങ്ങൾ പീഡിപ്പിക്കപ്പെടരുത്, നിങ്ങൾ ക്രൂശിക്കപ്പെടരുത്, നിങ്ങൾ തകർക്കപ്പെടരുത്. അതുകൊണ്ട് തന്നെ നിനക്ക് അർഹമായ സ്വാതന്ത്ര്യം ഇസ്ലാം വകവെച്ച് തന്നു. ഏതാ അർഹമായ സ്വാതന്ത്ര്യം? നീ നിന്റെ അച്ചടക്കത്തിൽ ഒതുങ്ങി ജീവിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പെണ്ണിന്റെ കയ്യിൽ നല്ലൊരു അധികാരം കൊണ്ട് കൊടുത്തു. എന്താ? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഓരോ വിഭാഗത്തിന്റെയും അധികാരങ്ങളെ വികേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വിഭാഗത്തിന്റെയും അധികാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോ മഹാനായ വിശ്വഗുരു മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഏൽപ്പിച്ച പണി എന്താണെന്നറിയോ? വസ്സൗജതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പെണ്ണ് ഭരിക്കേണ്ടത് പഞ്ചായത്തല്ല, ഒരു പെണ്ണ് ഭരിക്കാൻ പോകേണ്ടത് നിയമസഭയിലേക്കല്ല, ഒരു പെണ്ണ് പോകേണ്ടത് പാർലമെന്റിലേക്കല്ല. ലോകത്ത് മാതൃകായോഗ്യനായ ഒരു കുട്ടിയെ നിർമ്മിക്കാൻ, ഒരു കുട്ടിയെ പടുത്തുയർത്താൻ, ഏറ്റവും വലിയ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിന്റെ പങ്കാളിത്തം വഹിക്കാൻ അർഹതപ്പെട്ടത് ഉമ്മമാരെ നിങ്ങളാണ്. അതുകൊണ്ട് നിന്റെ മടിത്തട്ടിൽ വളരുന്ന കുട്ടി, ആ കുട്ടിയെയും കുട്ടി ജീവിക്കുന്ന വീടിനെയും അതിന്റെ പരിസരങ്ങളെയും സംരക്ഷിക്കുകയും ഭരിക്കുകയും നിയന്ത്രിക്കുകയും സംസ്കരിക്കുകയുമാണ് പെണ്ണിന്റെ ഭരണ സ്വാതന്ത്ര്യം എന്ന് പഠിപ്പിച്ച, ലോക ചരിത്രത്തിൽ തുല്യത കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വിപ്ലവകരമായ ആഹ്വാനം നടത്തിയ മഹാനായ വിശ്വഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പം പൊരയിലെന്താ? ഉപ്പ ഡോക്ടർ, ഉമ്മ നേഴ്സ്, പൊരയിലുള്ള കുട്ടി അപ്പുറത്തെ ജാനകിന്റെ പോറ്റുപുത്രി അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി, ആരാ മക്കളെ നോക്കാനുള്ളത്? ആരാ സ്വന്തം മക്കളെ നോക്കാനുള്ളത്? മക്കളെ നോക്കാൻ ഇന്ന് നേരമില്ല. പ്രായം ചെന്ന് ഉമ്മാനെ നോക്കാൻ നേരമില്ല. ഉമ്മാനെ ഇപ്പൊ നോക്കാൻ ഹോം നേഴ്സാ. നമ്മുടെ സംസ്കാരമൊക്കെ എവിടെയൊക്കെയോ പോവുകയാണ്. ചില മക്കളെ കൊണ്ട് ആ മക്കള് ഗൾഫില്, ഭാര്യ ഒന്നായിട്ട്, പെങ്ങന്മാര് വേറെയും പോയി. എന്നിട്ട് തന്തപ്പൊടിയായ ഉപ്പയും ഉമ്മയും ഇങ്ങനെ പൊരയിലിട്ട് നോക്കാൻ ആരുമില്ല. എന്നിട്ട് മോൻ ഭയങ്കര അഭിമാന, ഞാൻ ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട് എന്റെ ഉപ്പാക്കും ഉമ്മാക്കും. ഉളുപ്പില്ലാതെ പറയുന്ന വർഗം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നിനക്ക് നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രായം ചെന്ന് ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്തിട്ട് സ്വർഗ്ഗം നേടാനുള്ള അവസരമല്ല മോനെ നീ നിഷേധിച്ചത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. പ്രിയപ്പെട്ട മാതാവിന്റെ കാലിന് കീഴിലാണ് നിന്റെ സ്വർഗം എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി.
നിനക്ക് ആർക്ക് ഖിദ്മത്ത് ചെയ്തിട്ടാ ഇനി സ്വർഗം കിട്ടാനുള്ളത്? പ്രായം ചെന്ന ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യമുള്ള മക്കളാകണം, അവരാണ് ഭാഗ്യശാലികൾ. ചില ഉപ്പാർ ഉമ്മാരൊക്കെ ഭാഷയ്ക്കൊക്കെ പറയും, നമുക്ക് നിങ്ങളാരെ ശിപാരിശുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ആയിക്കോളി, നമ്മളെ വൈക്ക് പോയിക്കോളാം. അത് പറഞ്ഞാലും മക്കൾക്കൊരു താല്പര്യം വേണം. എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്, നാളെ ആഖിറത്തിൽ ഹിസാബുള്ള വിഷയമാണ്, മസ്ഊലിയത്തുള്ള വിഷയമാണ്. അതുകൊണ്ട് എന്റെ സൗകര്യം കുറച്ച് കുറഞ്ഞാലും തിരക്കേടില്ല. കിട്ടിയ പെണ്ണിനോട് പറയുക, പെണ്ണേ, എന്റെ ഉമ്മനെയും വാപ്പനെയും എനിക്ക് വഴിക്കിട്ട് പോകാൻ പറ്റൂല, അതുകൊണ്ട് കഴിയാവുന്ന ഖിദ്മത്ത് നീ ചെയ്തു കൊടുക്കണം. സ്വന്തം പെൺമക്കള് ഭർത്താവിനോട് പറയാൻ സാധിക്കണം, എന്റെ പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്, അതുകൊണ്ട് അവരെ സംരക്ഷിക്കാനുള്ള ഒരു അർഹത എനിക്ക് വകവെച്ചു തരണമെന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ നിങ്ങൾക്ക് സാധിക്കണം. അത് പറയുമ്പോൾ അതിനുള്ള അവകാശം വകവെച്ചു കൊടുക്കാൻ അവരെ കെട്ടിയ ഭർത്താക്കന്മാർക്ക് വിശാല മനസ്സുണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ ഇസ്ലാമികമായ ചട്ടക്കൂടും അച്ചടക്കങ്ങളൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. പടച്ച റബ്ബ് നമുക്ക് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഇസ്ലാം ഒരിക്കലും ഫർദക്കകത്ത് പെണ്ണിനെ തളച്ചിടാൻ ശ്രമിച്ച മതമല്ല, അത് പെണ്ണിന്റെ സെക്യൂരിറ്റിയാണ്, നിന്റെ സുരക്ഷിതത്വം. കേരളത്തിൽ അറിയപ്പെട്ട ഒരു എഴുത്തുകാരിയും ഒരു കേരളത്തിലുള്ള ഒരു ചരിത്ര വനിതയും മാറിയ കമല സുറയ്യ എന്ന് പറയുന്ന സഹോദരി, ആ പെണ്ണ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എഴുതിയ ഒരു ലേഖനം മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിനും അന്ന് കമല സുറയ്യ എഴുതിയത്, ഞാൻ എന്റെ ജീവിതത്തിൽ പല ഫാഷനുകളും അംഗീകരിച്ചു. ഞാൻ ചുരിദാർ ധരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്, ഞാൻ സാരിയും ബ്ലൗസും ധരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്, അതുപോലത്തെ വ്യത്യസ്തമായ ഫാഷനുകൾ അംഗീകരിച്ച് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങിയപ്പോ എനിക്ക് അന്നൊക്കെ അനുഭവം ഉണ്ടായത്, ഏത് ചെറുപ്പക്കാരന്റെ കണ്ണു അന്നും കോങ്കണ്ണായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു, ഒക്കെ അങ്ങനെ ചെരിഞ്ഞു നോക്കണ സൈസാ. പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ 4 ഘട്ടത്തിൽ ഫർദ ധരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അന്നൊരാളും എന്നെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിട്ടില്ല. ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, വസ്ത്രധാരണയുടെ അച്ചടക്കം ഏറ്റവും വലുത് ഇസ്ലാമികമാണ്. നിങ്ങൾ ആലോചിച്ചു. എന്നിട്ട് ആ പെണ്ണെഴുതി, ഞാൻ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു, എന്നാൽ ഒരു അറേബ്യൻ രാജ്യം പോലെ എനിക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ പറ്റിയിരിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പുറത്തിറങ്ങി നടന്നതുപോലെ എനിക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാൻ പറ്റിയ മറ്റൊരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് 983 എന്റെ ഓർമ്മ. കമല സുറയ്യ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിന്റെ കോപ്പി ഇന്ന് എന്റെ കയ്യിൽ. ബുദ്ധിജീവികളും ചിന്തിക്കുന്നവരും അങ്ങിയ. പക്ഷേ ഇതെല്ലാം പുറത്തുള്ളവര് പറയുമ്പോഴും നമ്മളെ പൊരയിലുള്ള സഹോദരിമാർക്ക് ഫർദ ധരിക്കാൻ ഒട്ടും സാധിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിനക്ക് കെട്ടിയ പെണ്ണ് നിനക്ക് തന്നെ വേണമെന്ന നിർബന്ധമുണ്ടെങ്കിൽ അതിന്റെ അച്ചടക്കം അംഗീകരിപ്പിച്ചോ. നിങ്ങൾ ആലോചിച്ചു, നമ്മളെ പൊരയിലെ പെണ്ണുങ്ങൾ പാർക്കൊക്കെ അവകാശപ്പെട്ടതാ. രാവിലെ 7:30 മണിയാകുമ്പോൾക്ക് കിണി കിണി എന്നുള്ളൊരു ബെല്ലിന്റെ ഒച്ചാക്കാം അല്ലേ? അപ്പൊ ഒച്ചയായിട്ട് ഉമ്മക്ക് തോന്നി, അതാ പാലെത്തിപ്പോയി. അങ്ങനെ പാലിന് വേണ്ടിയിട്ട് കിൽക്കാൻ പാത്രം എടുത്തിട്ട് പോണ ആരാ? നമ്മുടെ പ്രിയപ്പെട്ട ഇത്താത്ത. എങ്ങനെയാ പോകുന്നത്? ഹാഫ് കൈയുള്ള നൈറ്റി വിട്ട് തലയിലുള്ള തട്ടം ചുമലിലും ചുറ്റി അങ്ങനെ നല്ല ആ വെളുത്ത കൈ കൊണ്ട് ഇങ്ങനെ പാലിങ്ങനെ വാങ്ങിയിട്ട് 25 ഉറുപ്പ്യന്റെ പൈസ അങ്ങോട്ട് കൊടുക്കുമ്പോ പാല് കൊണ്ടുവന്നെ കൈമന്ന് ഒന്ന് തട്ടിക്കിട്ടിയാ ഓൻ ദുനിയാവിലും ആഖിറത്തിലും അല്ലാത്ത സന്തോഷത്തോടെ പോയി ഇല്ലേ? അത് കുറച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ രണ്ടാമത്തെ പി ഒച്ച. അതാരാ? അത് നമ്മളെ കുഞ്ഞമ്മത്, അത് മത്തി കൊണ്ടിരുന്നതാ. പോയി നമ്മൾ ഉമ്മ തന്നെ ഓനെ നിന്ന് 25 ഉറുപ്പ്യന്റെ മത്തിയും വാങ്ങിയിട്ട് 50 ഉറുപ്പ്യന്റെ നോട്ട് കൊടുക്കുമ്പോ ഒരു തൊടല് 25 ചില്ലറ ഇങ്ങോട്ട് പറക്കുമ്പോ രണ്ടാമത്തെ തൊടൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വയ്യത്തിന്റെ തൊടല. രണ്ടാമൊരു സന്തോഷം. 5 പൈസന്റെ ചെലവില്ല. ഓളെ ഭർത്താവ് എവിടെയോ പോകുന്നു, അധ്വാനിക്കുന്നു. ഓളെ വാപ്പ എവിടെ പോകുന്നു, അധ്വാനിക്കുന്നു, കാശുണ്ടാക്കുന്നു, പോറ്റുന്നു. തൊടാനും തടകാനും ഇരിക്കാനും ഒക്കെ പാല് കൊണ്ടുവന്നവരും മീൻ കൊണ്ടുവന്നവരും. ഈ സംസ്കാരത്തിലേക്ക് നമ്മുടെ സഹോദരിമാര് വഴിതെറ്റിക്കൂടാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നിങ്ങളുടെ ശരീരത്തിന്റെ മാന്യതയെ പറ്റി നിങ്ങൾക്കൊരു ബോധം വേണം. നിങ്ങളുടെ ശരീരത്തിന്റെ അച്ചടക്കം നിലനിർത്താൻ നിങ്ങൾക്കൊരു ധാരണ വേണം കേട്ടോ. ഇങ്ങോട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ പറച്ചല് കടുപ്പം കൂട്ടണ്ട. കാരണം വല്ലാതെ കടുപ്പം കൂട്ടിയാ പിന്നെ കോഴിക്കോട്ടുകാർക്ക് ആദ്യത്തെ അവസാനത്തെ തീർക്കുന്നത് പിന്നെ വിളിക്കലുണ്ടാവൂല. ഞങ്ങളെ നാട് പോലെ പഴയ അങ്ങനെ ഉൾപ്രദേശമൊന്നും അല്ലല്ലോ. വല്ലാത്ത വേദനയുണ്ട്.
ഞാൻ വേദന കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഖൽബ് നന്നാക്കി തരട്ടെ. ഏതോ പെണ്ണ് എങ്ങനെയോ പോയത് കൊണ്ട് എനിക്കൊന്നും വരാനില്ല. വിനീതനായ ലത്തീഫ് സഅദിക്ക് 5 പൈസയുടെ നഷ്ടമില്ല, എന്തെങ്കിലും ഒരു 5 രൂപയുടെ ലാഭം കിട്ടാനില്ല. വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഈ വിനീതന്റെ വാക്ക് കേൾക്കുന്ന പെങ്ങന്മാരിൽ ഏതെങ്കിലും ഒരു സഹോദരി അത് സത്യമാണെന്ന് മനസ്സിലാക്കി, ഇല്ല ഞാനിനി നാളെ മുതൽ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് എന്റെ ശരീരം ഏറ്റവും സെറ്റ് മറച്ചല്ലാതെ, കയ്യുറ ധരിച്ചല്ലാതെ, കാലുറ ധരിച്ചല്ലാതെ, നിഖാബ് ധരിച്ചല്ലാതെ ഞാൻ പുറത്തിറങ്ങൂലെന്ന് തീരുമാനിച്ചു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്റെ 50 കൊല്ലത്തെ ജീവിതം റബ്ബ് ഖബൂലാക്കി പോയി. അല്ലെങ്കിലോ എല്ലാം കഷ്ടം തന്നെ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. വഴിവിട്ട പോക്ക് അപകടത്തിലേക്കാൾ. എന്റെ ഈ പ്രഭാഷണ വേദികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് പ്രസംഗിച്ച ഒരു ദിവസമുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി അടുത്തൊരു സ്ഥലം. ആ സ്ഥലത്തിന്റെ പേര് ഇപ്പോൾ ഞാൻ വ്യക്തമാക്കുന്നില്ല. ഞാൻ അവിടെ സാധാരണ എല്ലാ വർഷവും വാതിന് പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ SSFന്റെ പ്രവർത്തകന്മാര് സംഘടിപ്പിച്ച വാതാണ്. ആ പ്രഭാഷണത്തിലേക്ക് ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നു. ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോ കുട്ടികളൊക്കെ വലിയ വെപ്രാളത്തിലാണ്. എന്നോട് കുട്ടികൾ സ്റ്റേജിൽ ഇരുന്നിട്ട് നേരെ നോക്കാൻ പറഞ്ഞു. മുന്നിലൊരു വീട്ടിലേക്ക്. കാണുന്ന രംഗം എന്താണെന്നറിയോ? ആ വീട്ടിന്റെ സെൻട്രൽ ഹാളിൽ ഒരു കയറിന്റെ 2 തലയിൽ 2 ശരീരം തൂങ്ങിക്കിടക്കുന്നു. അവിടെയുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാര് പറയുന്നു, ഉസ്താദേ ആ ഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന പെണ്ണാരാണെന്നറിയോ? നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മുസ്ലിം പെണ്ണാൻ. അന്യന്റെ കൂടെ ഇറങ്ങി ഒളിച്ചോടിയതാ. 3 ദിവസമേ അവർ ഒളിച്ചോടിയിട്ടായുള്ളൂ. രജിസ്റ്റർ വിവാഹം ചെയ്തു. ഇന്ന് വൈകുന്നേരം കാണുന്ന രംഗം ഇതാ. ആ തൂങ്ങിക്കിടക്കുന്ന 2 ഡെഡ് ബോഡിയിലേക്ക് നോക്കിയിട്ട് 3 മണിക്കൂർ പ്രസംഗിക്കേണ്ടി വന്ന എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു രംഗമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിന്റെ പേരിൽ സംഭവിച്ചു? 10 മാസം പള്ളിയിൽ പേര് നടന്ന ഉമ്മയെ വിസ്മരിച്ച, അതേ തനിക്ക് എല്ലാ അർത്ഥത്തിലും സന്തോഷം നൽകിയ വാപ്പയെ തിരസ്കരിച്ചിട്ട് തുച്ഛമായ ഭൗതിക ജീവിതത്തിനുള്ള 5 സെക്കൻഡ് നേരത്തെ വൈകാരിക ശമനത്തിന് വേണ്ടി എല്ലാം പിച്ചു ചീന്തി അന്യന്റെ കൂടെ ഇറങ്ങിപ്പോയി അവസാനം തൂങ്ങിച്ചാകേണ്ട ഗതികേടിലേക്ക് എത്തിയെങ്കിൽ ഇതൊരു കഥയല്ല. ഇത്തരത്തിലുള്ള എണ്ണി തീർക്കാൻ കഴിയാത്ത കഥകൾ കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവനവന്റെ മാന്യത കീപ്പ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ശരീരത്തിന്റെ നിലവാരം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ശരീരം, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ഖാദിയുടെ മുന്നിൽ വെച്ച 2 സാക്ഷികളെ നിർത്തി നിന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു മഹർ എന്ന് പറയുന്ന മൂല്യം നൽകിയിട്ട് ആ ഭർത്താവിന് വേണ്ടി സ്വന്തം മഹർ കൊടുത്തു വാങ്ങിയ നിന്റെ ശരീരത്തെ പറ്റി നിനക്കൊരു ബോധം വേണം. ഇതെന്റെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. ഇത് നാട്ടുകാർക്കുള്ളതല്ല. ഇത് മത്സ്യക്കച്ചവടക്കാരനുള്ളതല്ല. ഇത് പാല് വിൽപ്പനക്കാരനുള്ളതല്ല. ഇത് ഫാസ്റ്റ് ഫുഡുകാരനുള്ളതല്ല. ഇത് ജ്വല്ലറിക്കാരനുള്ളതല്ല. ഇത് ടെക്സ്റ്റൈൽസിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഇതെന്റെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. ഞാൻ ഈ കാണിക്കുന്നത് എന്റെ ശരീരത്തെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയാനുള്ള പോക്കാണെന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം, ഒരു വേർതിരിവിന്റെ ബുദ്ധി എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്കന്മാരെ നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര സന്തോഷകരമായിരിക്കാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെണ്ണ് അവരുടെ മുഖം മറച്ച്, അവരുടെ മാറു മറച്ച്, അവരുടെ തല മറച്ച്, കയ്യുറ ധരിച്ച്, കാലുറ ധരിച്ച് അച്ചടക്കമുള്ള ഒരു സെറ്റപ്പോട് കൂടെ ഇറങ്ങുമ്പോ ഈ സമുദായത്തിന് എത്ര ഇസ്സത്താണ് മക്കളെ. പക്ഷേ ഇതിന് പ്രചോദിപ്പിക്കാൻ ആര് തയ്യാറാകണം? സ്വന്തം ഉപ്പാക്ക് താല്പര്യം വേണം, സ്വന്തം ഭർത്താവിന് താല്പര്യം വേണം, ആങ്ങളമാർക്ക് താല്പര്യം വേണം. സ്വന്തം പെങ്ങള് വഴിവിട്ട്
واحكم بما شئت مادحا فيه واحتكمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم യജമാനനായ റബ്ബേ, നീ പൊരുത്തപ്പെട്ടൊരു മഹാനുഭാവന്റെ പേരിൽ അവിടുന്ന് കിടക്കുന്ന ഭൂമിയിൽ ഇരുന്നിട്ടാണ് നിന്റെ ഹബീബിന്റെ പേരിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയത്. നീ സ്വീകരിക്കണേ അല്ലാ. മദീന മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട ഗുരു മുഹമ്മദിനിൽ മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ. അവിടുത്തെ ഹുദൂർ കൊണ്ട് ഈ സദസ്സ് നീ ധന്യമാക്കണേ അല്ലാ. അവിടുത്തെ നോട്ടം ഞങ്ങളുടെ കൽബിലേക്ക് നീ ഇട്ടുതരണേ റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത, പാടി തീർക്കാൻ കഴിയാത്ത, എഴുതി തീർക്കാൻ കഴിയാത്ത, കയ്യും കണക്കുമില്ലാത്ത ആദരവും ബഹുമാനവും റബ്ബ് നൽകി അനുഗ്രഹിച്ച മുഹമ്മദിനിൽ മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ ഹബീബ് നിങ്ങൾക്ക് വേണ്ടി എത്രയോ കരഞ്ഞിട്ടുണ്ട്. ആ കരഞ്ഞ ഹബീബിന്റെ കണ്ണുനീര് നിങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണെന്നുള്ള ഓർമ്മ വേണം. ആ ഹബീബ് അന്ന് പൊട്ടിക്കരഞ്ഞതിന്റെ പരിണിത ഫലമായി നിങ്ങൾക്ക് ഭൂമിയിൽ ജനിക്കാൻ, ജീവിക്കാൻ, വളരാൻ പടച്ച റബ്ബ് അവകാശവും അർഹതയും തന്നപ്പോ ഇന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ സിദ്ധാന്തക്കാരും വിവിധങ്ങളായ സംഘടനയുടെ ആളുകളൊക്കെ വന്നിട്ട് നിങ്ങളെ ഈ കിളിപ്പെടുത്തി റോട്ടിലിറക്കാൻ, മുദ്രാവാക്യം വിളിപ്പിക്കാൻ, നിങ്ങളെ പബ്ലിക് പുസ്തകങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോ ഒരുപക്ഷേ പിശാച് നിങ്ങൾക്ക് അതിലേക്ക് പ്രചോദനം നൽകും. നിങ്ങൾ ആ വഴിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പതുക്കെ ഒന്ന് മലർന്നു കിടന്നിട്ട് നിങ്ങളുടെ മനസ്സൊന്നോടട്ടെ. ഇലാ മദീനത്തി റസൂലില്ലാഹി, ഹബീബായ തങ്ങളിലേക്കൊന്ന് ഓടിച്ചാലോചിക്കുക. ഈ കാണുന്ന ആരുമില്ലാത്തൊരു കാലഘട്ടത്തിൽ എന്റെ കഴിഞ്ഞുപോയ പൂർവീകരായ സഹോദരിമാരെ, അതെ അവിടത്തിന് അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ വിപ്ലവകരമായ നേതൃത്വം നൽകി അച്ചടക്കപൂർണമായ ഒരു ജീവിതം നയിച്ച, ജനിക്കാനും ജീവിക്കാനും വളരാനുമുള്ള അവസരം തന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ഇന്നീ വേണ്ടാത്തരം ചെയ്യുമ്പോ ആ ഹബീബ് ആ സങ്കടത്തിന്റെ പേരിൽ മദീനയിൽ വെച്ച് കരയുന്നുണ്ടെന്ന് ഓർമ്മ വേണം കേട്ടോ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് നമ്മുടെ സഹോദരിമാർ നിങ്ങളുടെ കൈകളിൽ പറ്റുന്ന അബദ്ധങ്ങൾ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന വേണ്ടാത്തരങ്ങൾ, അതൊക്കെ മദീനയിൽ വെച്ച് കണ്ടിട്ട് റസൂലുള്ള കരയുന്നുണ്ടാകും. ആ ഹബീബിന്റെ ശാപം പേറുന്നവരായി മാറരുത് കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ, കാര്യലാഭങ്ങൾ മുന്നിൽ കാണാതെ, നിങ്ങളുടെ ഇസ്സത്തും അന്തസ്സും വകവെച്ച് തന്ന്, നിങ്ങൾക്ക് ആവശ്യമായ അച്ചടക്കങ്ങൾ നിർണയിച്ചു തന്ന്, അർഹമായ അവകാശങ്ങൾ വകവെച്ച് തന്ന്, അനർഹമായതിലേക്ക് നിങ്ങൾ ഇറങ്ങി ചിന്തിക്കരുതെന്ന് നിങ്ങൾക്ക് ബോധനം നൽകി നിങ്ങളെ മാതൃകാ വനിതകളാക്കി മാറ്റി ലോകത്തെ എത്ര ചരിത്ര വനിതകളെ സൃഷ്ടിച്ചു അല്ലേ. അവഗണിച്ച പെൺകുട്ടികൾ ജീവനോടെ മണ്ണിൽ പോയ ലോകത്ത് അള്ളാന്റെ ഹബീബ് വളർത്തിക്കൊണ്ടുവന്ന മഹദി മാതൃ എത്രയാ നമുക്കറിയില്ലേ. ഇന്നത്തെ രാത്രിയിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്നെത്തിയാൽ നമ്മുടെ വീട്ടിൽ മൗലിദിന്റെ കിതാബില്ലേ,
ആ മൗലിദ് കിതാബ് പതുക്കെ ഒന്ന് മറിക്കുക. അതിന്റെ അവസാന ഭാഗത്തിൽ കാണാം കുറെ മാലകൾ, മുഹ്യിദ്ദീൻ മാല, റിഫാഇ മാല എന്നൊക്കെ പറഞ്ഞ് കുറെ മാല കാണുമ്പോ ആ കൂട്ടത്തിൽ കാണാം നഫീസത്ത് മാല. ആരാണ്? നിങ്ങളെ പോലത്തൊരു പെണ്ണാണ്. ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും ബില്ലേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിടുന്നേ വല്ലിയെ കണക്ക് സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീബിനെ ഫീസത്തെ. ആ മഹദിയുടെ ജീവിത ചരിത്രം ഒന്നിങ്ങനെ പാടുക. ആരാണ്? സയ്യിദത്തുനാ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മാർഗ്ഗത്തിലൂടെ വളർന്നു വന്ന ചരിത്രത്തിനിടം നേടിയ ഒരു ധീര വനിത. അല്ലാഹു ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാനിലും അമലിലും അല്ലാഹു ബർക്കത്ത് ചെയ്തു തരട്ടെ. സ്ത്രീത്വത്തെ അവഗണിച്ചിട്ട് മണ്ണിലിടിച്ചു മൂടിയ ഒരു പുരുഷ വിഭാഗത്തിന്റെ നാവ് കൊണ്ട് റസൂലുള്ളാഹി തിരിച്ചു പറയിച്ചെന്ത്? പരിശൈനോ റഹ്മതൽ നബി മുത്ത് മകളായേ ബംഗീശം അഹ്ലു ബൈത്തിൽ പതിയോരായേ കരുണാറ്റ തരുൾ ബീബി നഫീസത്തിൽ റളിയല്ലാഹ് കരുണർ ദിലാനാങ്ങൾ കണൈതീടല്ലാഹ്. ആഖിറത്തിലുണ്ടാകുന്ന പ്രതിസന്ധിയുടെ മോചനത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ തവസ്സുൽ ചെയ്യാനുള്ള ഒരു ഉയർന്ന വിലായത്തിന്റെ ഗൈഡിലേക്ക് നഫീസത്തുൽ മിസ്രി അടക്കമുള്ള ശഅബാനത്തുൽ ബസ്രിയെ പോലോത്ത, മൈമൂനത്തുൽ മിസ്രിയെ പോലോത്ത, ഫാത്തിമത്തുൽ സഹ്റാവിനെ പോലോത്ത, ആയിഷ ബീബിയെ